ഓർഡർ റൂൾ 50 നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം. സംസ്ഥാനത്തെ വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി രൂപീകരിച്ചിട്ടുള്ള കിഫ്ബിയുടെ പ്രവർത്തനം താളം തെറ്റിയതായി അംഗീകാരം നൽകിയ പദ്ധതികളിൽ ഭൂരിഭാഗവും പൂർത്തീകരിക്കാൻ സാധിക്കാത്തതായും പറയപ്പെടുന്ന സ്ഥിതിവിശേഷം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണം എന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ റോജി എം ജോൺ, എൻ.എ. നെല്ലിക്കുന്ന്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി. സർ, അടിയന്തര പ്രമേയം സംബന്ധിച്ച് അങ്ങ് പറഞ്ഞു. അങ്ങനെ അടിയന്തര പ്രമേയം വാസ്തവത്തിൽ ഇപ്പോൾ സഭ എടുക്കത്തക്ക വിധത്തിലുള്ളൊരു വിഷയമില്ല എന്ന് മാത്രമല്ല, ഇത് ഈ കിഫ്ബിയെ സംബന്ധിച്ച് നേരത്തെ ഈ കിഫ്ബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ജനിച്ച് കുറച്ചായ ആ കുട്ടിയെ കൂടുതൽ പാലും ഹോർലിക്സും ഒക്കെ കൊടുക്കാത്തത് എന്താണ്, കുറച്ചുകൂടി നന്നാക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം സർ, ഇതാണ് സർ, ഇത് ഈ തരത്തിലുള്ള സമീപനം എന്തായാലും വൈകി വന്ന് അവർക്കൊരു തിരിച്ചറിവ് വന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ഇനിയും കൂടുതൽ വിശദമായ ചർച്ച ഉണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും വന്ന കാര്യങ്ങളെപ്പറ്റി, ഓരോ സ്ഥലത്തും ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയും സർ. സർ, സംസ്ഥാനത്ത് ഒരു ബദൽ വികസന മാതൃക എന്ന നിലയിൽ കിഫ്ബിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളെ തകർക്കാനാണ് ഈ ഘട്ടത്തിൽ. ഇത് ഈ നമ്മൾ വിചാരിക്കും ഇതൊരു സ്നേഹപൂർവ്വമാണ് സർ. ഇത് ധൃതരാഷ്ട്ര ആലിംഗനം തന്നെയാണ് സാർ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് വരുന്നത്. ആലിംഗനം ചെയ്ത് ശരിയാക്കാൻ, ഭീമനെ ആലിംഗനം ചെയ്യാൻ വന്നതുപോലെ ഇരുമ്പ് പ്രതിമ കൊടുത്തുകൊണ്ടാണ് അന്ന് ഭീമൻ രക്ഷപ്പെട്ടത് സർ. സർ, ഈ തരത്തിൽ കിഫ്ബിയുടെ പ്രവർത്തന മാതൃകയിൽ പരിഷ്കാരം വരുത്തുന്നതിനെ സംബന്ധിച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ള വരുമാനദായക നിർദ്ദേശങ്ങളും ഒക്കെ സംബന്ധിച്ചൊക്കെയാണ് അവരിപ്പോൾ പറയുന്നത്. ഇപ്പോൾ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, ഇത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ്. സർ, കിഫ്ബി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തർക്കമുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും കിഫ്ബിയുടെ മോഡൽ നമുക്കറിയാം. ഇന്ത്യയിൽ വളരെയേറെ നിക്ഷേപങ്ങൾ വന്നേ പറ്റൂ എന്നുള്ള, കേരളത്തിൽ നിക്ഷേപം വന്നേ പറ്റൂ എന്നുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 1,00,000 കോടിയോളം നിക്ഷേപം വരുന്നതിന് വേണ്ടിയുള്ള കാഴ്ചപ്പാട് വേണമെന്ന് ഞാൻ സാർ ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. സർ, കിഫ്ബി ആകെ 87,521.36 കോടി രൂപയുടെ 1,147 പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ ഭൂമി ഏറ്റെടുക്കലിന് മാത്രം 20,000 കോടിയുടെ പദ്ധതി ഉൾപ്പെടുന്നു. സാർ, മലപ്പുഴക്കാരൻ്റെ സ്വപ്നമെന്നാണല്ലോ അന്ന് ആക്ഷേപിച്ചത്. സാർ, ഇപ്പോൾ കിഫ്ബിയിൽ ദേശീയപാത 66, കോസ്റ്റൽ ഹൈവേ, ഹിൽ ഹൈവേ, വെസ്റ്റ് കോസ്റ്റ് കനാൽ തുടങ്ങിയ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന പരിപാടികൾ ഒന്നൊന്നായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഇപ്പോൾ ഇതുപയോഗിച്ച് തന്നെയാണ് ഞങ്ങളുടെ മണ്ഡലങ്ങളിൽ കൂടുതൽ പദ്ധതി വേണമെന്നല്ലാതെ ഇതിന് എന്തെങ്കിലും വേറെ കുഴപ്പം പ്രതിപക്ഷവും പറയുന്നില്ല സാർ. സാർ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് 50,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ആ സമയത്ത് പദ്ധതികൾ നൽകി. ഇപ്പോൾ അത് 1,00,000 കോടിയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ്. ഇതിന്ന് പുറകോട്ട് പോയിട്ടില്ല സാർ. സാർ, 67,436 കോടി രൂപയുടെ 1,140 അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ 38,205 കോടി രൂപയുടെ 697 പ്രൊജക്റ്റുകൾ ടെൻഡർ ചെയ്തിട്ടുണ്ട്. 18,423 കോടി രൂപയുടെ പദ്ധതികളോ പദ്ധതി ഘടകങ്ങളോ പൂർത്തീകരിക്കാനായിട്ടുണ്ട്. എന്നാൽ 33,088 കോടി രൂപ ഇതുവരെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു സാർ. ഇത് സാധാരണഗതിയിൽ നമ്മുടെ ബഡ്ജറ്റിനകത്ത് പലപ്പോഴും പറയാറുണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഓവർ ആൻഡ് എബവ് വരുന്ന വലിയ എക്സ്പെൻഡിച്ചർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. സാർ, കിഫ്ബി മുഖേനയുള്ള സംസ്ഥാനത്തിൻ്റെ പദ്ധതികൾ 140 മണ്ഡലങ്ങളിലും വിവിധ തരത്തിൽ തന്നെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. 33,104 കോടി രൂപയുടെ 511 പദ്ധതികൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെതാണ്. ജലവിഭവന വകുപ്പിന് കീഴിൽ 6,907 കോടി രൂപയുടെ 101 പദ്ധതികളുണ്ട്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിൽ 6,263 കോടി രൂപയുടെ പദ്ധതിയുണ്ട്. വൈദ്യുതി മേഖലയിലെ ട്രാൻസ്ഗ്രിഡ് 2.0 പദ്ധതിക്കായി 5,200 കോടി രൂപയുടെ 18 പദ്ധതികളുണ്ട്. തീരദേശ ഷിപ്പിംഗ് ആൻഡ് ഉൾനാടൻ ജലവകുപ്പിന് കീഴിൽ 3,503 കോടിയുടെ 18 പദ്ധതികളുണ്ട്. ഇതിനൊക്കെ അനുമതി നൽകി കഴിഞ്ഞു. IT വകുപ്പിൻ്റെ കീഴിൽ 1,652 കോടിയുടെ 5 പദ്ധതി, യുവജനക്ഷേമകാര്യ വകുപ്പിന് കീഴിൽ 879 കോടി രൂപയുടെ 41 പദ്ധതികൾ, ടൂറിസം വകുപ്പിന് കീഴിൽ 619 കോടി രൂപയുടെ 14 പദ്ധതികൾ, ഗതാഗത വകുപ്പിന് കീഴിൽ 609 കോടി രൂപയുടെ 3 പദ്ധതികൾ. സാർ, ഇങ്ങനെ എല്ലാ വകുപ്പുകൾക്കും വിവിധ തരത്തിലേക്ക് ഈ ഫണ്ടുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പും ഫിഷറീസ് തുറമുഖം വകുപ്പുകൾക്ക് കീഴിൽ മാത്രം 524 കോടി രൂപയുടെ ഉണ്ട്. എല്ലാ കാര്യവും ഞാൻ എടുത്ത് വായിക്കുന്നില്ല സാർ. സാർ, കോവളം മുതൽ ബേക്കൽ വരെയുള്ള 616 കിലോമീറ്റർ ദൈർഘ്യമുള്ള വെസ്റ്റ് കോസ്റ്റ് കനാലിന് 1,420 കോടി രൂപയുണ്ട് സാർ. സാർ, നമ്മുടെ താമരശ്ശേരി വളരെ പ്രശസ്തമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇപ്പോൾ ആനക്കാംപൊയിൽ കല്ലാടി താമരശ്ശേരി ചുരത്തിന് പകരമായിട്ട്. അവിടെ 2,000-ലധികം കോടി രൂപയാണ് കിഫ്ബി അതിനായിട്ട് മാറ്റിവെക്കുന്നത് സാർ. സാർ, തീരദേശ ഹൈവേയിൽ 600 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിനായി 3,015
0.11 കോടി രൂപ ഇതുവരെ അനുവദിച്ചു. 11 കിലോമീറ്റർ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. 1169 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹിൽ ഹൈവേയിൽ 803 കിലോമീറ്റർ കിഫ്ബി 3503 കോടി രൂപ അനുമതി നൽകി. അവിടെയൊക്കെ ആ റോഡിൻ്റെ മിക്കവാറും ഭാഗങ്ങൾ ശരിയായി സാർ. അവിടെ എല്ലാവരും വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആ റോഡ് മാറി എന്നുള്ളത് അംഗീകരിക്കുന്നതാണ് സാർ. കൊച്ചിയിലെ നഗര പുനരുജ്ജീവനത്തിന് വേണ്ടി 2084 കോടി രൂപയുടെ പദ്ധതി മാറ്റിവെച്ചിട്ടുണ്ട് സാർ. കിഫ്ബി ഒന്നും പുറകോട്ട് പോകല്ല സാർ, മുന്നോട്ട് തന്നെ പോകാമെന്നുള്ളതിൻ്റെയാണല്ലോ സാർ ഇപ്പോഴും ചർച്ച ചെയ്തതാണ്. നേരത്തെ നമുക്ക് കൊച്ചി ബാംഗ്ലൂർ ഇടനാഴി പാലക്കാട് വഴി, അതുപോലെ കോഴിക്കോട് മംഗലാപുരം ഇടനാഴി, അതിനു വേണ്ടിയിട്ട് വ്യവസായ പാർക്കുകളും വ്യവസായ ഇടനാഴിക്കും പണം വെച്ചു. ഇപ്പോൾ വിഴിഞ്ഞം വന്നപ്പോൾ വിഴിഞ്ഞം നമ്മളിവിടെ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞാണ്, വിഴിഞ്ഞം കൊല്ലം പുനലൂർ ആ മേഖലയെ ആകെ വികസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വളർച്ച മുൻപ് എന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് കിഫ്ബി തത്വത്തിൽ അംഗീകാരം നൽകി. 1000 കോടി കിഫ്ബി മാത്രം അതിനായിട്ട് മാറ്റിവെക്കും. മറ്റു മേഖലയിൽ വ്യവസായ വകുപ്പും മറ്റു വകുപ്പുകളും ഒക്കെ വളരെ വിപുലമായ ചില പദ്ധതികളാണ് അവിടെ നടപ്പാക്കുന്നത്. അപ്പോൾ കേരളത്തിനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സാറ് 300 കോടി രൂപയാണ് നഗരങ്ങളെ കുറച്ചുകൂടി യാത്രാ സൗകര്യം ബ്യൂട്ടിഫിക്കേഷനുമായിട്ടുള്ള ഇതിന് മാറ്റിവെച്ചേക്കുന്നത്. കേരള MG കൊച്ചി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് സാർ 1500 പുതിയ ഹോസ്റ്റൽ മുറികളാണ് നിർമ്മിക്കുന്നത്. 250 ഇൻ്റർനാഷണൽ ഹോസ്റ്റൽ മുറികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി 100 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ റിസർച്ച് സെൻറ്റർ, കേരള ജീനോമിക് ഡാറ്റാ സെൻറ്റർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിൻ്റെ കേന്ദ്രങ്ങൾ, മൈക്രോബയോമിൻ്റെ മികവിൻ്റെ കേന്ദ്രം, അങ്ങനെ ന്യൂട്രാസ്യൂട്ടിക്കലിൻ്റെ കേന്ദ്രം, അതുപോലെ മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം. സാർ ഇങ്ങനെ വിവിധ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടികളിലൊന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല, ഒരു താളം തെറ്റലുമില്ല. താളം തെറ്റിക്കാനുള്ള ശ്രമമുണ്ട്, താളം തെറ്റിക്കുന്നതിന് ശ്വാസം മുട്ടലുമുണ്ട്, അതില്ലാന്ന് പറഞ്ഞിട്ടില്ല സാർ. ആ താളം തെറ്റിക്കാൻ നിൽക്കുന്ന കാര്യങ്ങൾക്കൊപ്പം നിൽക്കരുത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം, അതേ പറയാനുള്ളൂ. ഇപ്പോഴും ഇവിടെ കിഫ്ബി ആകെ കുഴപ്പമാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ടുള്ള കാര്യം ഇത്രയും കാര്യങ്ങൾ ഇവിടെ അവതാരകൻ്റെയും അല്ലെങ്കിൽ ആ ഓരോ സ്ഥലത്തും കാര്യങ്ങൾ നടക്കുന്നതല്ലേ. അപ്പോൾ കിഫ്ബിയെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NHAIക്ക് കിട്ടുന്ന നിയമങ്ങൾക്കനുസരിച്ച് നമുക്ക് നിയമം തരുന്നില്ല. വലിയ തോതിൽ ഇപ്പോഴും ഒരു 10-12,000 കോടി രൂപ അഡീഷണൽ ബർഡൻ ഒരു വർഷം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുകളിൽ കയറ്റുന്ന തീരുമാനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തേക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഇതിട്ടിട്ട് പുറകോട്ട് പോയിട്ടില്ല. 12,000 കോടി രൂപ ഒരു വർഷം നമുക്ക് ചിലവാക്കേണ്ട പണം നമ്മൾ ഈ പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഭാഗമായിട്ട് നമുക്ക് അത്രയും നമ്മുടെ ബോറോയിങ് കുറവ് വരുവാണ്. അത് നമ്മളെ ആ ബോറോയിങ്ങിൻ്റെ പ്രശ്നം ബാധിക്കുന്നു. പക്ഷേ അത് നമുക്ക് അങ്ങനെ പുറകോട്ട് പോയിട്ടില്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് 12,000 കോടി രൂപയാണ് ചിലവാക്കിയെങ്കിൽ ഇപ്പോൾ ആകെ ചിലവ് 34,000-35,000 കോടി രൂപയിലേക്ക് വരുന്നു. ഈ 2 വർഷം കൂടെ കഴിയുമ്പോൾ അത് ഇതിൻ്റെ ഇരട്ടിയായി വരുന്ന തരത്തിലേക്കുള്ള സ്പെൻഡിങ് നടക്കുകയാണ് സർ. അതുകൊണ്ട് കിഫ്ബി പുറകോട്ട് പോയിട്ടില്ല. ഓരോ മണ്ഡലങ്ങളിലും നിങ്ങളുടെ ഓരോ മണ്ഡലങ്ങളിലെയും സ്വപ്ന പദ്ധതിയായി നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലെ സ്വപ്ന പദ്ധതിയിൽ പ്രതിപക്ഷത്തിനും വ്യത്യാസമൊന്നുമില്ല. അവിടെ വെച്ചിരിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കാനും വേഗം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനൊരു അടിയന്തര പ്രമേയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സർ. ശ്രീ റോജി എം ജോൺ. കിഫ്ബി എന്ന കുഞ്ഞിന് ബൂസ്റ്റും പാലും കൊടുക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്നാണ് ബഹുമാനായ ധനകാര്യമന്ത്രി ഇവിടെ പറഞ്ഞത്. സർ, ഞങ്ങൾക്ക് പറയാനുള്ളത് ആ കുഞ്ഞിനെ ഇപ്പോൾ ഡ്രിപ്പ് കൊടുത്ത് കിടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അതിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. കാരണം സർ, ബജറ്റിന് പുറത്ത് കടമെടുത്ത് സംസ്ഥാനത്ത് തേനും പാലും ഒഴുക്കുമെന്ന് കൊട്ടിഘോഷിച്ച് രൂപീകരിച്ച കിഫ്ബി ഇന്ന് നമ്മുടെ കേരളത്തിന് തന്നെ ഒരു വലിയ ബാധ്യതയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി രൂപീകരണ വേളയിൽ ഇവിടെ ബഹുമാനായ മന്ത്രി സൂചിപ്പിച്ച ബോറോവിങ്ങിനെ ഉൾപ്പെടെ കിഫ്ബി രൂപീകരണ വേളയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച ആശങ്കകളും മുന്നറിയിപ്പുകളും ഒന്നൊന്നായി ശരിയായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സർ, സർക്കാരിൻ്റെ ധൂർത്തും അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളുടെയും കേന്ദ്രമായി കിഫ്ബി മാറുകയും ഇതിൻ്റെ എല്ലാം പാപഭാരം ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതുപോലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഇപ്പോൾ കിഫ്ബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, വൻകിട പദ്ധതികൾ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്ത കിഫ്ബി യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? സംസ്ഥാനത്തിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട പൊതുമരാമത്ത് റോഡുകളും പാലങ്ങളും ആശുപത്രികളും സ്കൂൾ കെട്ടിടങ്ങളുമാണ് കൂടുതലായിട്ടും കിഫ്ബി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സർക്കാർ, അത് ഏത് സർക്കാരായാലും അതിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ടുന്ന സാധാരണ നിലയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും നടത്തേണ്ട പ്രവർത്തനങ്ങളാണ് കൊള്ളപ്പലിശയ്ക്ക് മസാല ബോണ്ട് ഇറക്കി കിഫ്ബി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ഇപ്പോൾ യാഥാർത്ഥ്യം. സർ, ഏതൊരു സംസ്ഥാനത്തിനും വായ്പ എടുക്കാനുള്ള വ്യവസ്ഥകൾ നമ്മുടെ രാജ്യത്തുണ്ട്. വൻകിട പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദത്തോടെ ഓഫ് ബജറ്റ് ബോറോയിങ് ആയി നടപ്പിലാക്കാറുണ്ട്. UDFൻ്റെ കാലത്ത് മെട്രോ റെയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയത് ഈ രീതിയിലാണെന്ന് നമുക്കറിയാം. ഉമ്മൻചാണ്ടി സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ നടപ്പിലാക്കിയ മെട്രോ റെയിൽ പദ്ധതി ഇന്ന് ലാഭത്തിലായിരിക്കുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ സർ, കിഫ്ബിയിൽ എന്താണ് സ്ഥിതി? സർക്കാർ നിയമസഭയിൽ നൽകിയ ഉത്തരമനുസരിച്ച് തന്നെ
കിഫ്ബിയുടെ മൊത്തം പദ്ധതികളിൽ കേവലം 25% മാത്രമാണ് വരുമാനദായകമായിട്ടുള്ളത്. ശേഷിക്കുന്ന 75% പദ്ധതികളും റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള പദ്ധതികളല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. ഞങ്ങൾ അന്ന് കിഫ്ബി അല്ലെങ്കിൽ കിഫ്ബിക്കെതിരായിട്ടോ അല്ലെങ്കിൽ കിഫ്ബി രൂപീകരിക്കാൻ പാടില്ല എന്നോ അല്ല ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഉന്നയിച്ച ചില ആശങ്കകളുണ്ടായിരുന്നു. ഞങ്ങൾ ഉന്നയിച്ച ആശങ്കകൾ ഇപ്പോൾ ശരിയായിട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ബാധ്യത അന്ന് പറഞ്ഞത് ഇത് പുതിയൊരു എക്കണോമിക് മോഡലാണ്. ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത് ഇത് പുതിയ എക്കണോമിക് മോഡലാണ്, ഇത് സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വരില്ല, ഇതിൻ്റെ ബാധ്യത സംസ്ഥാനത്ത് ജനങ്ങളുടെ മേലിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇതേതാണ്ട് ശൂന്യതയിൽ നിന്നും പണം കൊണ്ടുവന്ന് പിണറായി സർക്കാർ ഇവിടെ മായാജാലം സൃഷ്ടിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ക്യാപ്സൂളുകളൊക്കെ ഇടതുപക്ഷ ഗ്രൂപ്പുകളിലൊക്കെ എല്ലായിടത്തും പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഈ ക്യാപ്സൂളുകളൊക്കെ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഇത് മുഴുവനും ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ബാധ്യതയായിട്ട് വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സാർ ഇപ്പോൾ എന്താ വന്നിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുമെന്നാണ് ഏറ്റവും ഒടുവിലെ വാർത്ത വന്നിരിക്കുന്നത്. കെ റെയിലും കെ ഫോണും കെ ഹോമിനും ഒക്കെ ശേഷം ഇപ്പോൾ കേരളത്തിൽ കെ ടോൾ വരാൻ പോവുകയാണെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ കാണുന്നത്. 50 കോടിക്ക് മേലെയുള്ള എല്ലാ റോഡുകൾ പദ്ധതികളിലും ടോൾ ഏർപ്പെടുത്താൻ പോകുന്നുവെന്നാണ് വാർത്തകൾ നമുക്ക് കാണാൻ സാധിച്ചത്. സർ, ഈ റോഡുകൾ പ്രധാനമായും അങ്ങയുടെ മറുപടിയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റോഡുകൾ പ്രധാനമായും നിർമ്മിക്കപ്പെടുന്നത് മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ അധിക നികുതി ഭാരം അല്ലെങ്കിൽ ഈ ടോളിൻ്റെ ഭാരം ഈ മലയോര തീരദേശ മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനായിട്ടാണോ സർക്കാരും കിഫ്ബിയും പ്ലാൻ ചെയ്യുന്നതെന്ന് അങ്ങ് ദയവ് ചെയ്ത് പറയണം. സർ, ഇവിടെ ഒരു കാര്യം, മത്സ്യത്തൊഴിലാളികളും കർഷകരും സർ, ഒരു കാര്യം 2016 സെപ്റ്റംബർ 26 കിഫ്ബി ഭേദഗതി ബില്ല് അവതരിപ്പിച്ച വേളയിൽ അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിയമസഭയ്ക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ വായിക്കാം. ഏതായാലും ഈ നിയമസഭയിൽ ഞാൻ ഉറപ്പ് നൽകുന്നു, കേരളത്തിലെ ഒരു പാലത്തിനും ഒരു റോഡിനും ഒരു ടോളും ഇതിൽ നിന്നുണ്ടാകില്ല. നിയമസഭയിൽ പറഞ്ഞതല്ലേ, മുഖവിലക്കെടുക്കൂ. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ബഹുമാന്യനായ ഡോക്ടർ തോമസ് ഐസക്കിന്റെ വാക്കുകളാണിത്. ഈ വാക്കുകൾ അങ്ങയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കിഫ്ബിയുടെ പിതാവായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്ക് തന്നെ വിഴുങ്ങുന്ന കാഴ്ച ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. സാർ, മറ്റെന്ത് മാർഗമാണ് നമ്മുടെ മുമ്പിലുള്ളതെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം നമ്മൾ കേൾക്കാനിടയായി. LDF കൺവീനർ ഒന്ന് പറയുന്നു, CPM സംസ്ഥാന സെക്രട്ടറി വേറൊന്ന് പറയുന്നു, മുന്നണിയിൽ ആലോചിച്ചിട്ടുണ്ട് എന്ന് കൺവീനർ പറയുന്നു, ആലോചിച്ചിട്ടില്ല എന്ന് സെക്രട്ടറി പറയുന്നു. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ചുരുക്കത്തിൽ ഇതിൻ്റെ എല്ലാം ബാധ്യത കേരളത്തിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് ആശങ്കയായിട്ട് ഉന്നയിച്ചതെന്ന് ഞാൻ പറയാം. സാർ, ഇത് ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ഒച്ചിഴയുന്ന വേഗത്തിലാണ് കിഫ്ബി പദ്ധതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ, 2025 വരെ അനുമതി കൊടുത്തത് 87,000 കോടിയുടെ പദ്ധതികളാണ് എന്ന്, 1147 പദ്ധതികളാണ് എന്ന് അങ്ങനെ ഇവിടെ പറയുകയുണ്ടായി. സാർ, ഏതായാലും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താ? 2016 മുതൽ 2021, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആകെ നടപ്പിലാക്കിയത് 10,500 കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണ് തുക ചെലവഴിച്ചത്. സർ, അതിനുശേഷം അന്ന് കിഫ്ബി തുടങ്ങിയ വേളയിൽ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത് 50,000 കോടി രൂപയുടെ പദ്ധതികൾ 5 വർഷം കൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ 5 വർഷം നടത്തിയത് കേവലം 10,000 കോടിയുടെ പദ്ധതികൾ. സർ, കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് ഇപ്പം അങ്ങ് പറഞ്ഞ മറുപടി അനുസരിച്ച് തന്നെ നാളിതുവരെയായി കിഫ്ബി പദ്ധതി വഴി കേരളത്തിൽ ചെലവാക്കിയിരിക്കുന്നത് 32,798 കോടി രൂപയാണ്. ഇവിടെ വിജിന് അങ്ങ് നൽകിയ മറുപടിയിൽ നിന്നാണ് ഞാനത് വായിക്കുന്നത്. അതായത് അതിൽ പദ്ധതികൾ പൂർത്തീകരിച്ചത് 11,423 കോടി രൂപയുടെ പദ്ധതി മാത്രം. സർ, 50,000 കോടിയുടെ പദ്ധതി 5 വർഷം കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞിട്ട് 1,00,000 കോടിയുടെ പദ്ധതി 10 വർഷം കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞു വെച്ചിട്ട് ഇതുവരെ പൂർത്തിയായത് കേവലം 18,000 കോടിയുടെ പദ്ധതി മാത്രമാണ്. എന്ന് വെച്ചാൽ 20% താഴെ മാത്രമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അത് 55,000 കോടിയുടെ പദ്ധതികൾക്ക് ഇനി പണം കൊടുക്കാൻ കിടക്കുന്നുണ്ട്. 79,000 കോടിയുടെ പദ്ധതികൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒച്ചെഴിയുന്ന വേഗത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ കാണേണ്ട കാര്യം, ഈ പറഞ്ഞ ഈ 32,000 കോടി കൊടുത്തു അല്ലെങ്കിൽ 18,000 കോടിയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇതിൻ്റെ പണം എവിടുന്നാണ് വരുന്നത് സാർ? ഇതിൻ്റെ പണം വരുന്നത് സംസ്ഥാനത്തിൻ്റെ സഞ്ചിത നികുതിയിൽ നിന്ന് തന്നെയാണ്. അതാണ് ഇവിടെ ഞങ്ങളുടെ പ്രശ്നം. സാർ, മോട്ടോർ വാഹന നികുതി ഇനത്തിലും അതുപോലെ തന്നെ പെട്രോളിയം സെസ് ഇനത്തിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വരേണ്ട തുക അത് പ്ലാനിൽ ഉൾപ്പെടുത്തി ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കപ്പെടേണ്ടുന്ന തുക, ആ തുക നിങ്ങൾ കിഫ്ബിയിലേക്ക് വകമാറ്റുകയാണ്. എന്നിട്ട് പറയുന്നു കിഫ്ബിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നു. അതായത് നേരെ പിടിക്കേണ്ട മൂക്കിൽ വളഞ്ഞ മൂക്കിൽ പിടിച്ച് വെച്ചിട്ട്
നിങ്ങൾ പറയുകയാണ് ഇതെല്ലാം സംസ്ഥാനത്തിന്റെ ബാധ്യതയല്ല, ഇതെല്ലാം കിഫ്ബി അവിടെ നിന്നോ ശൂന്യതയിൽ നിന്ന് കൊണ്ടുവന്ന് കിഫ്ബി നടപ്പിലാക്കുന്നു എന്നാണ് പറയുന്നത്. സാർ, ഞാൻ കണക്കുകൾ ഓരോ വർഷവും മോട്ടോർ വാഹന നികുതി ഇനത്തിലും അതുപോലെ തന്നെ പെട്രോൾ സെസ് ഇനത്തിലും സംസ്ഥാന ഖജനാവിൽ നിന്നും കിഫ്ബിക്ക് കൊടുത്ത കണക്ക് എൻ്റെ കയ്യിലുണ്ട്. മോട്ടോർ വാഹന നികുതി ഇനത്തിൽ മാത്രമായിട്ട് ഞാൻ ഓരോ വർഷം തിരിച്ചു വായിക്കുന്നില്ല, സമയക്കുറവുകൊണ്ട്. അതായത് ഇത് രണ്ടും കൂടെ കൂടി ഈ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് സംസ്ഥാന ഖജനാവിൽ നിന്നും 20,000-ഓളം കോടി രൂപയാണ് കിഫ്ബിക്ക് കൈമാറിയിരിക്കുന്നത്. സർ, സംസ്ഥാനത്തിന്റെ പ്ലാനിൽ വരേണ്ട, സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ട 20,000 കോടി രൂപ കിഫ്ബിക്ക് 10 വർഷം കൊണ്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് പറയുകയാണ് 18,000 കോടിയുടെ പദ്ധതി കിഫ്ബി പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇതെന്ത് ഓൾട്ടർനേറ്റ് എക്കണോമിക് മോഡലാണ് സർ? നിങ്ങൾ ഇതാണ് ഞങ്ങൾ ചോദിച്ച ചോദ്യം. നിങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലും സംസ്ഥാനത്തിന് ബാധ്യതയില്ലാതെ ഈ പണം കൊണ്ടുവന്ന് പദ്ധതികൾ നടപ്പിലാക്കുകയാണെങ്കിൽ ആർക്കാ കുഴപ്പം, ആർക്കാ തടസ്സം? ഇവിടെ നടക്കുന്നത് നമ്മുടെ ഖജനാവിൽ ഉണ്ടാവേണ്ട, നമ്മുടെ ബഡ്ജറ്റിൽ ഉണ്ടാവേണ്ട പണം തന്നെയാണ് കിഫ്ബിക്ക് കൊടുത്ത് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ എന്താ കാണുന്നത്? എല്ലാ പദ്ധതികളും അഴിഞ്ഞു നീങ്ങിയാണ്. ഇപ്പൊ എന്താ സാധ്യത, എന്താ നടക്കുന്നത്? അങ്കമാലി ബൈപ്പാസ് ഭൂമി ഏറ്റെടുക്കാൻ പണമില്ല. ഇവിടെ ഗിഫ്റ്റ് സിറ്റി, ഇവിടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഇരിക്കുന്നു, ഗ്ലോബൽ സിറ്റി, പണമെടുക്കാൻ ഭൂമി ഏറ്റെടുക്കാൻ നടപടികളെല്ലാം പൂർത്തീകരിച്ചു. 1 രൂപ കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ എല്ലാ പദ്ധതികളും ഇവിടെ ഇരിക്കുന്ന ഈ എല്ലാ MLA-മാരുടെ നിയോജക മണ്ഡലങ്ങളിൽ കിഫ്ബി അങ്ങ് പ്രഖ്യാപിച്ചല്ലോ, പണം മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പണം മാറ്റിവെച്ചത് എവിടെയാണെന്നുള്ളത് ഞങ്ങളോടൊന്ന് പറയണം. പണം മാറ്റിയിരിക്കുകയാണ്. ഒരെണ്ണത്തിന് പോലും ഭൂമി ഏറ്റെടുക്കാനുള്ള പദ്ധതികൾ, എത്രയധികം പദ്ധതികളാണ് ഈ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മുടങ്ങിക്കിടക്കുന്നത്. 10 വർഷം 2016-ലും 2017-ലും 2018-ലും ഒക്കെ പ്രഖ്യാപിച്ച പദ്ധതികൾ അവിടെ തന്നെ നിൽക്കുകയാണ്, മുന്നോട്ട് നീങ്ങിയിട്ടില്ല. ഇവിടെ നമ്മൾ എന്താ കാണേണ്ടത് സർ? ഇവിടെ നിങ്ങൾ ഇതിനെ എന്താ യഥാർത്ഥത്തിൽ ചെയ്തത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തത് പ്ലാനിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഭരണഘടനാപരമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സഞ്ചിത നികുതിയിൽ നിന്നും ഈ നാട്ടിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ കിഫ്ബിക്ക് കൊടുത്തു. ഞാൻ വേറൊന്നും പറയുന്നില്ല സർ. ഇവിടെ പ്ലാനിൽ നമ്മൾ എന്താ കാണേണ്ടത്? യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് 5 വർഷം കൊണ്ട് 2011 മുതൽ 2016 വരെ 5 വർഷം കൊണ്ട് പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇരട്ടിയായി വർദ്ധിച്ചു. ഏതാണ്ട് 10,000 കോടി രൂപ 2011 ഉണ്ടായിരുന്നത് 2016 ആയപ്പോഴേക്കും 20,000 കോടി രൂപയെ വർദ്ധിച്ചു. ഇവിടെ ഈ LDF ഗവൺമെന്റിന്റെ കാലത്ത് ഇപ്പം എന്താ നടക്കുന്നത്? ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിന്റെ പ്ലാൻ സൈസ് അല്ലെങ്കിൽ പ്ലാൻ സൈസ് ഇൻക്രീസ് എന്ന് പറയുന്നത് 0 ആണ്. 2021-22 27,887 കോടി, 2022-23 30,000 കോടി രൂപ പ്ലാൻ സൈസ്, 23-ലും അത് 30,000 കോടി, 24-ലും അത് 30,000 കോടി. എന്നിട്ട് അതായത് 1 രൂപ പോലും പ്ലാനിൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് എന്താ മറുവശത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറുവശത്ത് നിങ്ങൾ ചെയ്യുന്നത് പ്ലാൻ മുഴുവൻ വെട്ടിച്ചുരുക്കാണ്. 50% പ്ലാൻ വെട്ടിച്ചുരുക്കിയിട്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇത്തവണത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മുൻ വർഷത്തെ 30,370 കോടി രൂപയിൽ നിന്നും 32,500 കോടി രൂപയായി ഈ വർഷത്തെ പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുന്നുവെന്ന്. സർ, കഴിഞ്ഞ വർഷത്തെ 30,370 കോടി രൂപയിൽ 50% വെട്ടിക്കുറച്ചതിന് ശേഷം അങ്ങ് വീണ്ടും വന്ന് നിയമസഭയിൽ പറയുകയാണ് കഴിഞ്ഞ വർഷത്തെ തുകയിൽ നിന്നും 2,500 കോടി രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്ലാനിനെ നിങ്ങൾ ഞെക്കിക്കൊന്നു. സർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി കാണേണ്ടതായിട്ടുണ്ട്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചുരുക്കാം സർ, 2 മിനിറ്റ് അവസാനിപ്പിക്കും. സർ, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം. 30,000 കോടി രൂപ കിഫ്ബി വഴി ചെലവഴിച്ചിട്ട് നിങ്ങൾ ഈ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി അതിൽ നിന്നും എത്ര രൂപയാണ് സാർ ചെലവാക്കിയിരിക്കുന്നത്? അതിൽ നിന്ന് നിങ്ങൾ ചെലവാക്കിയിരിക്കുന്നത് അങ്ങ് തന്നെ നന്ദിക്ക് മറുപടി അനുസരിച്ച് കേവലം 81 കോടി രൂപ. സർ, ഈ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റാണ് സാർ ചെയ്തത്? കിഫ്ബി 30,000 കോടി രൂപ 10 വർഷം കൊണ്ട് ചെലവാക്കുമ്പോൾ അതിൽ നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും പരിഗണന അർഹിക്കപ്പെടേണ്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത് കേവലം 81 കോടി രൂപ. അത് മാത്രമാണ് പ്ലാനില് സർ, പദ്ധതിയിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി വകയിരുത്തിയിരിക്കുന്ന തുകയിൽ 50% വെട്ടിക്കുറച്ചു. സർ, ഇത്രയധികമായിട്ട് പ്ലാനിലായാലും കിഫ്ബിയിലായാലും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അവഗണിച്ചിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ, ഞാൻ വേറൊന്നും പറയുന്നില്ല, ഞാൻ സബ്ജക്റ്റിൽ മാത്രമാണ് സംസാരിക്കുന്നത്. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർ, ഇവിടെ കിഫ്ബിയുടെ ദൂരത്തിനെ കുറിച്ചും അല്ലെങ്കിൽ കിഫ്ബിയുടെ അവിടുത്തെ സിഇഒയുടെയും ജീവനക്കാരുടെ ശമ്പളത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സർ, ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കിഫ്ബി ജീവനക്കാരുടെയും സിഇഒയുടെയും ശമ്പളം പരിഷ്കരിക്കുന്നതിന് ആനുപാതികമായിട്ടെങ്കിലും നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ഒന്ന് പരിഷ്കരിക്കാനായിട്ട് സർക്കാർ തയ്യാറാവണമെന്നാണ് പറയുന്നത്. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്.
സർ 2016 അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ അവസാനിപ്പിക്കാം സർ. അങ്ങ് പറഞ്ഞല്ലോ പ്രതിപക്ഷം ഇതിനെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നുവെന്ന്. സർ 2016 കിഫ്ബി ഭേദഗതി ചർച്ച വന്നപ്പോൾ അന്ന് ബഹുമാനായ ശ്രീ വി ഡി സതീശൻ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, അന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങ് എങ്ങനെയൊക്കെ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിച്ചാലും അവസാനം FRBM ആക്ട് ഇതിനെ അട്രാക്ട് ചെയ്യും. കാരണം ഫൈനലായി ഗവൺമെന്റിന്റെ ബേർഡനാണ് വർദ്ധിക്കുന്നത്. ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഫൈനലായി കൂടുകയാണ്. കാരണം ഗവൺമെന്റ് ഹാസ് ടു പേ ദ മണി. സർ, അന്ന് ഞങ്ങളെ നിയമസഭയിൽ പറഞ്ഞ കാര്യം എന്താണ്? അൾട്ടിമേറ്റ്ലി ദ ഗവൺമെന്റ് ഹാസ് ടു പേ ദ മണി എന്ന കാര്യം ഇവിടെ യാഥാർത്ഥ്യമായി വരികയാണ്. നിങ്ങൾ കൊള്ളപ്പലിശയ്ക്ക് പണമെടുക്കുന്നു, അതിനേക്കാൾ വലിയ പലിശയ്ക്ക് നിങ്ങൾ തിരിച്ചടയ്ക്കുന്നു. സർ, ഇതിനെല്ലാം പ്ലാൻ കട്ട് ചെയ്യുന്നു. പ്ലാൻ കട്ട് ചെയ്ത് അത് കിഫ്ബിയിൽ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ പറയുന്നു ഇതെല്ലാം കിഫ്ബി നടപ്പിലാക്കുന്നതാണെന്ന് പറയുന്നു. അങ്ങനെ എന്നിട്ട് പട്ടികജാതി വിഭാഗങ്ങളെ ഉൾപ്പെടെ ഇവിടെ അവഗണിച്ചു കളയുന്നു. എന്നിട്ട് ഇതിന്റെ എല്ലാം ബാധ്യത ഈ നാട്ടിലെ സാധാരണക്കാരുടെ മേൽ ടോളിന്റെ രൂപത്തിൽ കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ എക്കണോമിക് മോഡൽ ഒരു പരാജയപ്പെട്ട മോഡലാണ്. കിഫ്ബി പദ്ധതികൾ എഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ പോരായ്മകൾ ഇനിയും ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ചയോടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി. സർ, ഈ കിഫ്ബിയുടെ പേരിൽ ആത്മാർത്ഥമായിട്ട് ഒരു ആവേശത്തോടെ നേരത്തെയൊക്കെ പറഞ്ഞതിന് അത്രയും പറയാൻ അങ്ങേക്കാനൊരു മനസാക്ഷി കുത്തുണ്ടെന്നാണ് അങ്ങയുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത്. കാരണം അങ്ങയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ സാധാരണ പഴയ പ്ലാനിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ അങ്ങയുടെ മണ്ഡലത്തിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ 4/1 കാര്യം പോലും നടക്കുമായിരുന്നില്ല. കേരളത്തിലാകെ എല്ലാ വർഷവും നമ്മൾ പ്ലാനിൽ വെക്കുന്നുണ്ട്. സ്കൂൾ കെട്ടിടങ്ങളുണ്ട്, കോളേജ് കെട്ടിടങ്ങളുണ്ട്, റോഡുകളുണ്ട്. പക്ഷേ എത്ര വർഷം കൊണ്ട് തീരേണ്ട കാര്യങ്ങളാണ് സാർ ഈ പറഞ്ഞ ഈ ചുരുങ്ങിയ കാലയളവിൽ പൂർത്തിയാക്കിയത്? ഞാൻ ഓരോ അല്ല, ഞാൻ അങ്ങനെ പറയുന്നത് മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന് തന്നെ അത്ഭുതകരമാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ളതിനേക്കാളും കൂടുതൽ അങ്കമാലി സ്കൂളുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം കൊടുത്തതിൻ്റെ. ഏതായാലും അങ്കമാലിയിലെ ഞാൻ സാർ പണ്ടൊരു സിനിമയിലുണ്ട്, അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ് എൻ്റെ അമ്മാവൻ എന്ന് പറഞ്ഞ പോലെ അല്ല. അങ്കമാലി എന്ന് പറയുന്നത് ഞാൻ വെറുതെ പറയില്ല. അങ്കമാലിയിൽ ഇപ്പോൾ അങ്കമാലി ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും അങ്കമാലിയിൽ അങ്ങക്ക് ഞാൻ ഈ പറയുന്ന പ്രസംഗം അങ്ങക്ക് അവിടെ മണ്ഡലത്തിൽ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞത് അങ്ങ് ആ കിട്ടുന്ന കാര്യങ്ങളെപ്പോലും നമസ്കരിക്കാനും ഇല്ലാതാക്കാനും പറ്റുന്ന കാര്യങ്ങൾ. സാർ, ഇപ്പോൾ ഗിഫ്റ്റ് സിറ്റി, ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഗിഫ്റ്റ് സിറ്റി പറയാം, ഇത് ഞാൻ സംസ്ഥാനത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചത്. അങ്കമാലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ അതുകൊണ്ട് തന്നെ ചോദിക്കാം, അങ്കമാലിയിൽ നാളെ ഒരു അങ്കമാലി ബൈപ്പാസ് ഉൾപ്പെടെ ഗിഫ്റ്റ് സിറ്റി ഉൾപ്പെടെ കിഫ്ബി വഴി എത്ര രൂപ ഇതിനോടകം ചെലവഴിച്ചിട്ടുണ്ട്? ഞാൻ അതിന്റെ വിശദമായ ചോദ്യോത്തരം എല്ലാം തരാം, എന്തായാലും വിശദമായി പിന്നീട് തരാം. പക്ഷേ ഞങ്ങൾക്ക് ഈ ഗിഫ്റ്റ് സിറ്റിക്ക് മാത്രം 840 കോടി ഇപ്പോൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മേജർ ഭാഗം കേന്ദ്രം പണം അനുവദിച്ചില്ല. ഇപ്പം ഗിഫ്റ്റ് സിറ്റിയിൽ നിന്ന് ആരാ പുറകോട്ട് പോകുന്നത്? കേന്ദ്ര ഗവൺമെൻറ്. അതുകൊണ്ട് അറിയാൻ വേണ്ടി പറയാം, ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ഗുജറാത്തിൽ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ പുറകോട്ട് പോയിരിക്കുകയാണ്. അപ്പം ഞാനതിൻ്റെ കാര്യങ്ങളിലേക്ക് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് പോകുന്നില്ല, കാരണം അടിയന്തര പ്രമേയത്തിൻ്റെ സമയത്തകത്ത് വയ്ക്കണം. സർ, ഈ കിഫ്ബിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളതിനകത്ത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. അങ്ങ് ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ടൊരു മെമ്പർ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഒരാളെ എടുത്ത് പറയുന്നില്ല. സർ, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് അടുത്ത വർഷം അവസാനം വരുമ്പോഴേക്കും ഇപ്പം തന്നെ ഇടയ്ക്ക് റോഡുണ്ട്, അടുത്ത വർഷം അവസാനത്തേക്ക് നാഷണൽ ഹൈവേ പുതുക്കി അതിൽ 6 വരി പാതയിൽ വരാൻ കഴിയുന്നതിൻ്റെ അടിസ്ഥാനം ഈ പണമാണ്. 6000 കോടി ഇതിൽ നിന്നാണ് കൊടുത്തത്. സർ, ഇപ്പോഴത്തെ മലയോര പാതയും തീരദേശ പാതയും സർ ഒരിക്കലും ചിന്തിച്ചിരുന്നോ? പിന്നെ ഈ ഗവൺമെൻറ് കിഫ്ബിയുടെ പദ്ധതി അല്ലെങ്കിലും റീബിൽഡ് കേരളയിലുള്ളതാണ്. കുട്ടനാട്ടിലെ 700 കോടിയോളം വരുന്ന ചങ്ങനാശ്ശേരി ആലപ്പുഴ പാത, ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളും ഇതേ വേഗത്തിൽ നടക്കുമായിരുന്നു എന്നാണോ വിചാരിക്കുന്നത്? സർ, കിഫ്ബി പദ്ധതിയുടെ ഇപ്പോൾ ഇതാകെ അങ്ങ് തകർക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്നത് ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. സർ, കിഫ്ബി വരുമാനദായകമായ പദ്ധതികൾ വേണമെന്നുള്ളത് കിഫ്ബിയുടെ നേരത്തെയുള്ള കാഴ്ചപ്പാടിലുള്ളതാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ കിഫ്ബിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് സാർ അട്ടിമറിക്കപ്പെട്ടത്? സാർ, ഇതിനകത്ത് നേരത്തെ തന്നെയുള്ള അതിനകത്ത് വരുമാനദായക പദ്ധതിയുണ്ട്. 75,000-ലധികം കോടി രൂപയുടെ വർക്കുകൾ വരുമ്പോൾ ലാൻഡ് അക്വിസിഷൻ്റെ ഒഴിച്ച് ബാക്കി കാര്യങ്ങൾ ഒക്കെയുണ്ട്. പക്ഷേ കിഫ്ബി എടുക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ചർച്ച. അന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ തകർന്നു പോകും. വാസ്തവത്തിൽ അന്ന് ഞങ്ങൾ പറഞ്ഞ ആരോപണം, അന്നത്തെ പ്രതിപക്ഷ നേതാവ്
BJP പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് പോലെ, രാവിലെ പറയുന്നത് പോലെ, നിയമസഭ എന്ന് പറയുന്നതൊക്കെ അന്നേ ആരോപണം ഞങ്ങൾ ഉന്നയിച്ചതാണ്. അതേപോലെ ഇപ്പോൾ അതുപോലെ വന്നല്ലോ എന്ന തരത്തിലാണ് അങ്ങ് പറയുന്നത്. സാർ, ഈ കിഫ്ബിയുടെ കാര്യത്തിനകത്ത് ഈ ആനുറ്റി പദ്ധതി പോലെ ഒരു കാര്യമായിരുന്നല്ലോ ആലോചിച്ചത്. അതായത് പല റോഡുകളും ഇപ്പോൾ ആനുറ്റിയുണ്ട്, പിന്നീട് പണം കൊടുത്ത് അടയ്ക്കും. പക്ഷേ അതിന് മൊത്തം നമ്മുടെ കടത്തിനകത്ത് പെടുത്തുന്നതിലേക്ക് വന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നം വന്നത്. സാർ, ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങളുടെ ഒരു കണക്ക് വാസ്തവത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ട സാർ. സാർ, ഇവിടെ മറ്റു പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ പറയുന്നില്ല, മാന്ദ്യകാലത്താണ് നമ്മൾ തുടങ്ങുന്നത്. സാർ, ബോറോയിങ്ങിൻ്റെ പരിധിക്കകത്ത്, നെറ്റ് ബോറോയിങ്ങിനകത്ത് 3% ഇന്ന് കടമെടുക്കാനുള്ള തീരുമാനം വന്നല്ലോ. സാർ, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കിഫ്ബിയും കൂടി ഇതിനകത്ത് പെടുത്തിയതിൻ്റെ ഭാഗമായി ഇതുവരെ 2016 മുതൽ ഇങ്ങോട്ട് 91,617 കോടി രൂപ സാധാരണഗതിയിൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന കടമെടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ 6 വർഷം കൊണ്ട് 91,617 കോടി രൂപ പോയി. സാർ, 2022 സാമ്പത്തിക വർഷം, ഈ ഗവൺമെൻറ് വന്നതിൻ്റെ അടുത്ത വർഷം 15,895 കോടി രൂപയാണ് സാർ നമ്മുടെ ബോറോയിങ്ങിൽ നിന്ന് വെട്ടിക്കുറച്ചത്. എത്ര വലിയ തുകയാണ് സാർ. സാർ, 2016 മുതൽ 23 വരെ സംസ്ഥാനത്തിന് പലതരത്തിൽ ഇങ്ങനെ കിട്ടാനുള്ള കടത്തി കുറവെന്ന് ഏറ്റവും കൂടുതൽ ഈ സമയത്താണ് വന്നത്. അതുകൊണ്ടാണ് സാർ നമ്മൾ ഈ NHAയുടെ ഉദാഹരണം ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി ഏതായാലും പ്രതിപക്ഷം പറഞ്ഞ ആ ന്യായമല്ല അംഗീകരിച്ചത്. സുപ്രീം കോടതി പറഞ്ഞത് ഇതിനകത്ത് എന്തോ ഒരു ഗ്രൗണ്ടുണ്ട്, ഈ ആർട്ടിക്കിൾ 293 ലംഘനമാണ്, NHA പദ്ധതി പോലെയൊക്കെയുള്ള കാര്യങ്ങളനുസരിച്ചിട്ട് എടുക്കാവുന്നതിൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞു. നമുക്ക് ഈ വെട്ടിക്കുറച്ച ശരിയല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണല്ലോ ഇപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ടിട്ടുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ട് കേരളത്തിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പരിശോധിക്കാൻ പോകുമ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ട് ആർഗ്യൂ ചെയ്ത് അതിനു മുമ്പ് തന്നെ അത് തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം ഈ കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും നടന്ന നേട്ടങ്ങളുടെ ഭാഗമായിട്ട് അങ്ങയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ മണ്ഡലങ്ങളിലും വന്നതിൻ്റെ കണക്കെന്തെങ്കിലുണ്ട്, അതൊരു ഔചിത്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ഓരോ മണ്ഡലങ്ങളിലുമുള്ള കണക്കുകൾ ഞാൻ എടുത്തു പറയാത്തത്. സാർ, കിഫ്ബി മോഡലിൻ്റെ ഈ കാര്യത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എടുത്ത ഈ സമീപനം പിന്നെ വളരെ തെറ്റാണ്. അതിനകത്ത് ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തോളൂ. അങ്ങ് പറഞ്ഞല്ലോ ഇവിടെ കിഫ്ബിക്ക് ഇപ്പം ഡ്രിപ്പ് നൽകേണ്ട കാര്യമൊന്നുമില്ല. ഡ്രിപ്പ് നൽകേണ്ട കാര്യമില്ല. ആ പദ്ധതികൾ എവിടെയാണ് ഈ 35,000 കോടി രൂപയാണ് ഞാൻ പറയുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ 55,000 കോടി രൂപയിലെങ്കിലും ഇപ്പം തന്നെ വർക്ക് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്താൽ എല്ലാം അതുപോലെ വരത്തില്ല. പല സ്ഥലത്തും എന്തുകൊണ്ടാണ് ലാൻഡ് എടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അവിടെ അനുമതി കിട്ടാത്തത്? ഇവിടെ ഇരിക്കുന്ന MLA മാർക്ക് അറിഞ്ഞൂടെ? ഞാനും ഒരു MLA എന്ന നിലയിൽ നമ്മുടെ മണ്ഡലങ്ങളിൽ തന്നെ ഇതിന് പല സാങ്കേതിക അനുമതി കിട്ടാനായിട്ട് പലപ്പോഴും നടക്കാറുണ്ട്. അതെല്ലാം കിട്ടാറുണ്ടോ? ആ സാങ്കേതിക അനുമതിയെല്ലാം ശരിയാക്കി ഈ കാര്യങ്ങൾ വരും. ഇതിനകത്ത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടക്കുന്ന അടിസ്ഥാന സൗകര്യ കാര്യങ്ങളിൽ റോഡുകളും ഏറ്റവും കൂടുതൽ റോഡുകളാണ്. അങ്ങ് ഇവിടെ പറഞ്ഞു പ്ലാനിൻ്റെ ഭാഗത്തു നിന്ന് ഇതെടുക്കുന്നതെന്ന്. പക്ഷേ പ്ലാനിനകത്തുണ്ടായിരുന്നപ്പോൾ സാധാരണ ഇത്രയും നിർമ്മാണമുണ്ടോ? കഴിഞ്ഞ 25 വർഷക്കാലത്തെ കണക്കുകൾ നിങ്ങൾ എടുത്തു നോക്ക്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനകത്ത് വന്നേക്കുന്ന ആ ഗ്രാജുവലായ ഇൻക്രീസ് ഇപ്പോഴും ക്യാപിറ്റൽ ഇൻക്രീസ് വന്നിട്ടില്ലേ? ആ ക്യാപിറ്റൽ ഇൻക്രീസിന് പുറത്താണ് 14,000 കോടി ക്യാപിറ്റൽ മൂലധന ചെലവുണ്ടെങ്കിൽ 25,000 കോടി കേരളത്തിൽ ചെലവാക്കുകയാണിപ്പോൾ. അത്രയധികം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കേരളം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണ് എന്ന് പറഞ്ഞ് വ്യവസായ വകുപ്പിന് നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും മറ്റു വകുപ്പുകൾക്കല്ലേ കാര്യം കിട്ടുമ്പോൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് സാർ. അതുകൊണ്ട് പ്ലാൻ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇവിടെ പറഞ്ഞു മെട്രോ ഞങ്ങൾ അന്ന് കൊണ്ടുവന്നതാണ് സാർ. മെട്രോ അന്ന് ഉദ്ഘാടനം ചെയ്തു, അല്ലെങ്കിൽ തറക്കല്ലിട്ടു. കണ്ണൂർ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ ഒരു ബഹുമാനപ്പെട്ട മെമ്പർ പറയുന്നത് കേട്ടു, വിഴിഞ്ഞം വരെ നീളുന്ന മെട്രോ ഞങ്ങൾ 9 വർഷം മുമ്പ് തറക്കല്ലിട്ടു. ഇത് കേൾക്കുന്ന ഇന്ന് രാവിലെ പറഞ്ഞതാണ്, വിഴിഞ്ഞം വരെ നീളുന്ന മെട്രോ ഞങ്ങൾ തറക്കല്ലിട്ടുന്നു തിരുവനന്തപുരത്ത്. ഇങ്ങനെ കണ്ണൂർ എയർപോർട്ടിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ല, കണ്ണൂർ എയർപോർട്ടിൽ ഒരു ഹെലികോപ്റ്റർ ഇറക്കിയിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്തു സാർ. കേരളത്തിൽ 100 സ്ഥലത്തെങ്കിലും ഹെലികോപ്റ്റർ ഇറക്കി ഉദ്ഘാടനം ചെയ്യാം. ഹെലികോപ്റ്റർ അല്ല, ചെറിയ 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 ഡിഫൻസിൻ്റെ ചെറിയ വിമാനം ഏത് സ്ഥലത്ത് ഡോർണിയറോ മറ്റോ ആണ്. ഡോർണിയർ എന്ന് പറയുന്ന ചെറിയ വിമാനം ചെറിയൊരു ഗ്രൗണ്ടിൽ ഇറക്കാവുന്നതാണ്. അതിറക്കി ഉദ്ഘാടനം ചെയ്തു സാർ. അത് ഉദ്ഘാടനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങൾ കാണുന്നു. ഇപ്പോൾ കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം നടപ്പിലാക്കുകയാണ്. അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ നിട്ടുകയാണ്. തിരുവനന്തപുരം ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് പ്രത്യേക ഗവേഷണം നടത്താം. ഞാൻ പറയുന്നു മിലിറ്ററിയുടെ വളരെ ഷോർട്ട് 1000 അടി നീളമുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങാവുന്ന ഒരു വിമാനം ഇറങ്ങുന്ന നല്ല വിമാനത്താവളം. അപ്പൊ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഇപ്പം എന്തായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, വിഴിഞ്ഞത്ത്
വിഴിഞ്ഞത്തേക്കുള്ള അടക്കമുള്ള മെട്രോയ്ക്ക് തറക്കല്ലിട്ടു എന്ന് പറഞ്ഞാൽ ആരാ അത് വിശ്വസിക്കുക? അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ വഴങ്ങുന്നില്ല, അടിയന്തര പ്രമേയത്തിന് അങ്ങനെ വഴങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് സാർ. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ കണക്കുകളല്ല നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാർ. കണക്കുകളല്ല, നിങ്ങൾക്ക് കണക്കിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ കൃത്യമായി പറഞ്ഞേനെ സാർ. ഐസക് ഇവിടെ പറഞ്ഞു ജനങ്ങൾക്ക് ബാധ്യത വരുന്നൊരു കാര്യം ചെയ്യില്ല, ബാധ്യത വരുന്ന കാര്യം ചെയ്യില്ല എന്നത് പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ ബാധ്യത വരുന്ന കാര്യം ചെയ്ത് 1,00,000 ചില്ലാനം കോടി രൂപ സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വരേണ്ട പണം, സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം 2017 ആദ്യം അവർ പറഞ്ഞു ട്രഷറി വരുന്ന പണം നിങ്ങളുടെ കടത്തി വരും, അതുവരെ അതില്ല, അത് തന്നെ 10,000 കോടി വരും. അതിനുശേഷം അവർ പറഞ്ഞു നിങ്ങളുടെ ഈ പറഞ്ഞ കടപരിധിയിലെല്ലാം വരും. അങ്ങനെ വന്നപ്പോൾ നമുക്ക് കിട്ടേണ്ട പണത്തിനകത്താണ് ഒറ്റ വർഷം മാത്രം 10,000 വെട്ടിക്കുറച്ച്, ഇപ്പോഴും അതിൻ്റെ പേര് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുക. അവിടെ നിന്നിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. നിങ്ങളെല്ലാം വ്യക്തിപരമായി പറയുമ്പം കിഫ്ബിയുടെ കാര്യവും മറ്റു വർക്കിൻ്റെ കാര്യവും പറയുന്നല്ലോ, വർക്കുകൾ നടക്കുന്നില്ലേ? പിന്നെ രാഷ്ട്രീയമായി പറയാം, അന്നുണ്ടായിരുന്ന സാഹചര്യമാണ് ഇപ്പോൾ സാർ. അന്നുണ്ടായിരുന്ന സാഹചര്യമല്ല, ഇത് മൊത്തം വെട്ടിക്കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചതിൻ്റെ ഭാഗമാണ്. പക്ഷേ കിഫ്ബി നിർത്തി പുറകോട്ട് പോകാനല്ല, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് തന്നെയാണ് കാണുന്നത്. തീരദേശം ഉൾപ്പെടെ ഇപ്പോൾ ചെല്ലാനത്ത് മാത്രം 300 ചില്ലാനം കോടിയാണ് ചിലവാക്കിയത്. എന്നാ സാർ അങ്ങനെ ചിലവാക്കിയിട്ടുള്ളത്? ഇപ്പോഴും നമ്മൾ തീരദേശത്ത് വലിയ തോതിൽ, അത് പുതിയ തരത്തില്ല, ഇപ്പോഴാണെങ്കിൽ ജിയോ ട്യൂബിൻ്റെ ഒരു വലിയ കാര്യം പ്ലാനിനകത്ത് പറഞ്ഞത് കൂടാതെ നമ്മൾ പ്രഖ്യാപിച്ചു. ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും സാർ. സാർ, ഈ അന്ന് നിയമസഭയിൽ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം പറയണ്ട, വരുമാനദായകമായ പദ്ധതികളില്ലെങ്കിൽ പറ്റില്ല, വേണമെന്ന് അങ്ങും പറഞ്ഞാണല്ലോ. ഏത് പദ്ധതി എങ്ങനെയെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അന്നത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞാണല്ലോ വരുമാനദായകമായ പദ്ധതി വേണം, NHA കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അത് തിരുത്തി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറഞ്ഞതിനകത്ത് വളരെ തെറ്റായ ചില കാര്യങ്ങൾ പറഞ്ഞു. പ്ലാൻ കൂടാത്ത കാര്യം പറഞ്ഞു, പട്ടികജാതി വിഭാഗത്തിന് പണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങേയറ്റം തെറ്റായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പട്ടികജാതി വിഭാഗത്തിൻ്റെ പേരെടുത്ത് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, പട്ടികജാതി വിഭാഗത്തിനുൾപ്പെടെ ഏതെങ്കിലും പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെയും പണത്തിൽ 1 രൂപയും കുറയ്ക്കില്ല ഈ സർക്കാർ. റീസ്ട്രക്ചറിങ് നിങ്ങൾ ക്വസ്റ്റ്യനെ ചോദിക്കുന്നല്ലോ, എനിക്കറിയാവുന്നതാണല്ലോ ഫണ്ട് പോകുന്നത് എത്ര കോടി രൂപ, 1400 കോടി സ്കോളർഷിപ്പ് മാത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ചോദിച്ചിരിക്കട്ടെ, ഇവിടെ ഈ പണം അനുവദിക്കുന്ന ഒരാൾ എന്ന നിലയിൽ, പ്രത്യേക ഫയൽ വരുന്ന ഒരാളെന്ന നിലയിൽ എനിക്കറിയാവുന്നതാണ് ഈ മേഖലയിലൊന്നും 1 രൂപ കുറയ്ക്കുന്ന പ്രശ്നമില്ല. എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ബാധ്യത വരുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ 5000 കോടി രൂപയിൽ 2000 കൊടുത്ത് 3000 കോടിയും കൂടി ഉടനെ അടുത്ത വർഷം കൊടുക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞതിനകത്തൊന്നും പുറകോട്ട് പോകുന്ന കാര്യമില്ല, സാങ്കേതികമായി ഏതെങ്കിലും പേപ്പറുകളോ മറ്റോ വരുന്നതിൻ്റെ നിൽക്കട്ടെ. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് ഈ പട്ടികജാതി വിഭാഗത്തിന് കിട്ടാനുള്ള പണം എടുത്തിട്ട് ഇവിടെ കൊടുക്കുക, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കൊടുക്കാനുള്ള ഇവിടെ കൊടുക്കുക എന്ന കാര്യങ്ങൾ പറയുന്നതിനകത്ത് അടിസ്ഥാനമില്ല. സാർ, പ്ലാനിൻ്റെ കാര്യം പറഞ്ഞു. പ്ലാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റിയില്ല. പ്ലാൻ കോവിഡ് കഴിഞ്ഞ സമയത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ 10% വർദ്ധിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ പറയാതിരുന്നിട്ടില്ല, പ്ലാനിന് ആ പ്രശ്നം വന്നു, അപ്പോൾ പ്ലാൻ വീണ്ടും വർദ്ധിപ്പിച്ചു. എന്താ കാര്യം സാർ? 57,000 കോടി രൂപയാണ് സാർ ഒരു വർഷം ശരാശരി വെട്ടിക്കുറച്ചത്. കണക്കുകൾ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ആ 57,000 കോടി വെട്ടിക്കുറച്ചിട്ടും കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനിവിടെ പറഞ്ഞതുപോലെ ഏകദേശം 1,60,000 കോടി രൂപ ഒരു വർഷം ചിലവാക്കാൻ പറ്റുള്ളൂ. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ഒരു വർഷം ശരാശരി 1,17,000 കോടി ചിലവാക്കിയത്. 80,000 തുടങ്ങി 1,32,000 വരെ ലാസ്റ്റ് ഇയർ, അന്ന് അവസാനം വരെ കോവിഡ് സമയത്ത്. അത് 1,60,000 ഇപ്പോൾ അത് 1,64,000 ശരാശരിയായി. സാർ, ഈ വർഷം 1,78,000 ചിലവാക്കാൻ പറ്റുമെന്നാണ്. ഇപ്പോഴ് വളരെയേറെ മുന്നോട്ട് വന്നിട്ടുള്ള സാമ്പത്തികമായിട്ട് ഇത്രയും തകർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമ്മൾ മുന്നോട്ട് വരുന്നു. അതുകൊണ്ടാണ് പ്ലാനിനകത്ത് അല്പം വർദ്ധിപ്പിച്ചത്. സാർ, ഇവിടെ ഈ പറഞ്ഞല്ലോ, നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞിട്ട് C&AG പറഞ്ഞതിനകത്ത് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് തർക്കമുണ്ട്. അതിനകത്ത് പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ അവർ വേണ്ടത്ര കാര്യങ്ങൾ കണ്ടിട്ടില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് ഡ്രിപ്പ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നിങ്ങൾ ആർക്കാണ് ഡ്രിപ്പ് കൊടുക്കാൻ ശ്രമിക്കുന്നത്? ആരെയാണ് നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഡൽഹിയിൽ ചെയ്ത അതേ പൊളിറ്റിക്സാണ് കേരളത്തിൽ നടത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഡ്രിപ്പ് കൊടുത്തത്, എന്ത് കണക്ക് പറഞ്ഞാലും ഡ്രിപ്പ് കൊടുത്തത് അവിടെ BJPക്കാണ്. ഡ്രിപ്പും പിന്നെ ബൂസ്റ്റും കൊടുത്ത് BJPയെ സഹായിക്കുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയം തന്നെ ഇവിടെ. നിങ്ങൾ എന്ത് സാങ്കേതിക കണക്കാ പറഞ്ഞേ? ഇന്ത്യയിൽ ഇപ്പൊ എന്താ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് പോയില്ലേ നിങ്ങൾ കേരളത്തിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയല്ല ചെയ്യുന്നത്. കിഫ്ബി എന്ന് പറയുന്നത്, ഞാനിവിടെ പറഞ്ഞത് ഉത്തരവാദിത്വമായ രാഷ്ട്രീയം കൂടിയാണ്. ഉത്തരവാദിത്വമായ അടിസ്ഥാനത്തിലാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ C&AG ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളത് ഫ്യൂൽ ചെയ്ത് കൊടുത്തു. കൊടുത്തിട്ട് ഇതെങ്ങനെ നിർത്തുക? മോൻ ചത്താലും വേണ്ടില്ല, മരുമോടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനല്ലേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞല്ലോ? അങ്ങനെ പണ്ട് പറഞ്ഞിരുന്നു.
ഇത് മലയാളത്തിലെ പ്രയോഗങ്ങളാണ് എന്ന് പറയുന്ന പോലെ അതിനകത്ത് ഭാഷാപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ട്. എന്തായാലും ഇപ്പോഴല്ല, എന്തായാലും അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത് ശരിയല്ല സാർ. ഇതിനകത്ത് ഞാനീ പറഞ്ഞത് വളരെ സിമ്പിളാണ്. നിങ്ങൾ വസ്തുതാപരമായി എടുക്കണം. കിഫ്ബി പോലൊരു സാധനം ഇവിടെ ഞങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, വരുമാനദായകമായ കാര്യങ്ങൾ വേണം. ആദ്യഘട്ടത്തിൽ എല്ലാ MLA-മാരുടെയും മിക്കവാറും എല്ലാ MLA-മാരുടെയും മണ്ഡലങ്ങളിൽ ഫിഷ് മാർക്കറ്റും മറ്റു മാർക്കറ്റും നമ്മൾ വെച്ചു. ആ മാർക്കറ്റ് പണം ഇങ്ങോട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞ് തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ 5 കോടി 8 കോടി കിഫ്ബി വന്നപ്പോൾ എല്ലാവർക്കും 500 കോടിയൊക്കെ ആണല്ലോ. ഏതായാലും അങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിനകത്തെ തിരിച്ചടയ്ക്കേണ്ട എന്ന് പറഞ്ഞ് അത്രയും എക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെയായിരുന്നു നമ്മുടെ സമീപനം. പക്ഷേ ഇപ്പോൾ നമ്മൾ വരുമാനദായകമായ കാര്യങ്ങൾ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അത് എന്തൊക്കെ വേണം എന്നുള്ളത് പൊതുവിൽ ചർച്ച ചെയ്ത് ആലോചിക്കേണ്ടതാണ്. ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിനകത്തൊരു പ്രത്യേക പദ്ധതി പറഞ്ഞു. അത് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനും കിഫ്ബിയും അതുപോലെ KSITയിലും കൂടി ചേർന്ന് ചെയ്യുന്ന കാര്യമാണ് IT പാർക്ക്. സാർ, IT പാർക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ പോയിട്ട് 100-200 കോടിയുടെ സ്ഥലം എടുക്കേണ്ട. അവരുടെ കയ്യിൽ സ്ഥലമുണ്ട്. കോർപ്പറേഷൻ ആയിക്കോട്ടെ, തദ്ദേശ സ്ഥാപനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളായിട്ട് അവിടെ കെട്ടിടം കെട്ടുന്നു. ആ കെട്ടിടത്തിന് റിട്ടേൺ വേണം. അങ്ങനെ കെട്ടിടം കെട്ടുന്നതിൻ്റെ ഒരു പദ്ധതിയാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 100 ഈ കൊല്ലത്തെ IT പാർക്ക് 1,00,000 സ്ക്വയർ ഫീറ്റെങ്കിലും ആദ്യം തുടങ്ങണമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. അത് വളരെ എക്കണോമിക്കലായി പോകുമെന്നാണ് കരുതുന്നത്. അതിനകത്ത് സ്ഥലത്തിന് നമ്മൾ മുടക്കുന്നില്ല. പക്ഷേ ഒരു റവന്യൂ ഷെയറിംഗ് മോഡലാണ്. അത് സക്സസ്ഫുൾ ആയാൽ 100 സ്ഥലങ്ങളിൽ, നിങ്ങളുടെ ഓരോ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ 100 സ്ഥലങ്ങളിൽ വരുമാനദായകമായ 10, 100, 200 കോടി മുടക്കുന്ന പദ്ധതി കിഫ്ബിയുടെ കീഴിൽ കൊണ്ടുവരുന്ന പറഞ്ഞത്. അപ്പോൾ ഇപ്പം പറഞ്ഞതിനകത്ത് നിർത്തുകയല്ല, ഇനിയും ഒരു 10, 10,000, 20,000 കോടി ചെലവാക്കുന്ന തരത്തിലേക്ക് കൂടുതൽ ഇക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും കിഫ്ബിയുടെ മോഡലിൽ. അതുകൊണ്ട് ഇപ്പോൾ ഈ ടോളിൻ്റെ കാര്യം പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞ് ആളുകളെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല. വരുമാനദായകമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് സ്പിരിറ്റ് ഇവിടെ വയ്ക്കാം. ഇവിടെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് പോലും ഉണ്ടാക്കിക്കൂടാ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഈ വിഷയത്തിൽ ഡയറക്റ്റല്ല, അങ്ങനെ പറയുന്നൊരു സമീപനം പോലെയാണ് കാര്യങ്ങൾ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിലത്തെ ഓരോ കാര്യങ്ങളും എടുക്കുന്ന സമീപനം. അതുകൊണ്ട് ആ സമീപനം എടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനൊരു സമീപനമല്ല കേരളത്തിൽ വേണ്ടത്. കേരളത്തിൽ കിഫ്ബി പോലുള്ള പദ്ധതികൾ ഹെൽത്തി ആയിട്ട് പോകുന്നതിന് പരസ്പരം ആലോചിക്കേണ്ടതാണ്. ആ കാര്യം എടുക്കാതെ ഇത് രാഷ്ട്രീയമായി ഇത്തരം ഒരു കാര്യത്തെ കണ്ടിട്ട് എടുക്കുന്ന നിലപാട് ശരിയല്ല. ഇല്ലാത്ത ആശങ്ക നാട്ടിലുണ്ടാക്കുന്നത് ശരിയല്ല. ഇപ്പം തന്നെ NH പോലെയുള്ള വേദികളിൽ NHAയുടെ എല്ലാ നിർമ്മാണവും അവർ ടോൾ മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. കേരളത്തിന് പുറത്തെല്ലാം അത് കേരളത്തിലും ഇപ്പോൾ അത് തന്നെ ചെയ്യാൻ പോകണം. കേരളത്തിലെല്ലാം പുറത്തെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വരുമാനദായകമായ മേഖലകൾ ചിലത് വേണ്ടി വരും. പിന്നെ ഈ പറഞ്ഞതുപോലെ 100 സ്ഥലത്തോ 200 സ്ഥലത്തോ പുതിയ പദ്ധതികൾ വേണ്ടി വരും. പിന്നെ ഒരു നിലപാടാണ്. അതുകൊണ്ട് കിഫ്ബിയുടെ കാര്യത്തിൽ ഈ അടുത്തില്ലാത്ത വിവാദം ഉണ്ടാക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകേണ്ടതില്ല സാർ. ഈ അടിയന്തര പ്രമേയം അടിസ്ഥാനരഹിതമായിട്ട് തന്നെ നമ്മുടെ സഭയും അങ്ങനെ ഒരു ചർച്ച എടുക്കേണ്ട കാര്യങ്ങൾ പൊതുവിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അനുമതി നിഷേധിക്കണമെന്നാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണം എന്നുള്ള ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, ഒരു കാര്യത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് യോജിക്കുകയാണ്. കാരണം കിഫ്ബി ഇപ്പോൾ ഡ്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥയല്ല. കാരണം വെന്റിലേറ്ററിലാണ്. എപ്പോഴാണ് വെന്റിലേറ്റർ ഊരേണ്ടതെന്ന് ബന്ധുക്കളോട് ഡോക്ടർമാർ ചോദിക്കേണ്ട അവസ്ഥയിലാണ്. അല്ല, നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. ഇത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾ റോജി എം ജോൺ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്കമാലിയിൽ എത്ര കിട്ടി, പറവൂർ എത്ര കിട്ടി, അവിടെ എത്ര കിട്ടിയെന്ന് ചോദിക്കുക. ഈ പണം എന്ന് പറയുന്നത്, കിഫ്ബിയുടെ പണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിലിട്ടിരിക്കുന്ന പണമല്ല. ഇതിൻ്റെ കോർപ്പസ് എന്ന് പറയുന്നത് സർ, ഇതിൻ്റെ കോർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ പകുതി, പെട്രോളിയം സെസ്. സർ, അങ്കമാലിയിലും പറവൂരിലും കൊട്ടാരക്കരയിലും ധർമ്മടത്തും എല്ലാം ഉള്ള ജനങ്ങൾ കൊടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സും ഞങ്ങളുടെ വോട്ടർമാർ കൊടുക്കുന്ന പെട്രോളിയം സെസ്സുമാണ് ഈ പണം. അത് ഏത് രീതിയിൽ ചെലവാക്കിയാലും ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടാണ്. അല്ലാതെ പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലത്തിൽ കൂടുതൽ ചെലവാക്കി പണം കൊടുത്തു എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു സമീപനമാണ്. അതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല ഈ സഭയിൽ. സർ, ഇതിൻ്റെ പ്രോബ്ലം ഇവിടെ എന്താണ് ഞങ്ങൾ പറഞ്ഞത്? ഇത് ഒച്ചിഴയുന്ന വേഗതയിലാണ് ഇത് പോകുന്നത്.
ഇത് ഡിക്ലെയർ ചെയ്ത് എന്താണ്? 5 കൊല്ലക്കാലത്തേക്ക് 50,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. 65,000 കോടിയുടെ പ്രഖ്യാപിച്ചു. അതാണ് റോജി എം ജോണിലൂടെ പറഞ്ഞത് 10,000 കോടി രൂപയുടെ നടത്തും. ഇപ്പം 8 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പം ആകെ പൂർത്തിയായിരിക്കുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് 18,000 കോടി രൂപയുടെ പദ്ധതികളാണ്. പദ്ധതികൾ മൂവ് ചെയ്യുന്നില്ല. ഇവിടെ അസംബ്ലിയിൽ തന്ന കണക്കാണ്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അസംബ്ലിയിൽ തന്ന ഉത്തരമാണ് ഞാൻ പറയുന്നത്. അതാണ് വായിക്കുന്നത്. സാർ, പദ്ധതികൾ മൂവ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത്? ഇതിൻ്റെ ഒരു എക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവതരിപ്പിച്ചത് ആദ്യത്തെ ഒരു കോർപ്പസാണ് മോട്ടോർ വെഹിക്കിൾ ഫണ്ടും പെട്രോൾ സെസ്. സാർ, അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എടുക്കുന്ന തുകയാണ്. ആ തുക എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ PWDക്ക് കൊടുത്തിരിക്കുന്ന തുകയിൽ ഒരു 1000 കോടി രൂപ കൂടുതൽ വയ്ക്കാം. ഇറിഗേഷന് 500 കോടി കൂടുതൽ വയ്ക്കാം. ബാക്കിയുള്ള വകുപ്പുകൾക്ക്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ പണം കൊടുക്കാമായിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ PWDക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റമുള്ള സംസ്ഥാനമാണ് കേരളം. ഇംപ്ലിമെൻറ്റേഷൻ വലിയ കാലതാമസം, വല്ല കോൺട്രാക്ടർമാരൊക്കെ ഇട്ടിട്ട് പോയാൽ മാത്രമാണ് PWDയുടെ വർക്ക് സാധാരണ ഡിലേ വരാറുള്ളത്, വളരെ അപൂർവമായി. പിന്നെ സ്ഥലമെടുപ്പിൻ്റെ താമസം. അല്ലാതെ കേരളത്തിൽ വർഷങ്ങളായി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സാമാന്യം നന്നായി ഫങ്ഷൻ ചെയ്യുന്ന, ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. എത്രയോ വർഷമായി നമ്മുടെ പ്രോജക്റ്റുകൾ. സാർ, ആ സ്പീഡ്, PWDയുടെ സ്പീഡ്, അതിൻ്റെ 10-1 സ്പീഡ് ഈ കിഫ്ബിയുടെ വർക്കുകൾക്കുണ്ടോ? നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യും. 10-1 സ്പീഡുണ്ടോ? കിഫ്ബിയുടെ തന്ന വർക്കും PWD തന്ന വർക്കും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യും. എത്ര വേഗത്തിലാണ് PWDയുടെ വർക്ക് നടക്കുന്നത്? കിഫ്ബിയുടെ വർക്ക് നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല. ഇതേ പണമാണ്. അന്നത്തെ ഉദ്ദേശം എന്തായിരുന്നു? അന്നത്തെ ധനകാര്യമന്ത്രിയുടെ വിചാരം എക്സ്ട്രാ ബജറ്ററി പണം 3% കടമെടുക്കാൻ പറ്റുള്ളൂ, ധനക്കമ്മിയുടെ 3%. അതിൻ്റെ അപ്പുറത്ത് പണം എടുത്തു കൊണ്ടുവരണം പുറത്തുനിന്ന്, എക്സ്ട്രാ ബജറ്ററി ആയിട്ട് പുറത്തുനിന്ന് എടുക്കണം. കടമെടുപ്പിൻ്റെ പരിധിയിൽ വരാതെ കോടികൾ കടമെടുക്കണം. ആ കടമെടുത്തു കഴിഞ്ഞാൽ ആ കടം കൊണ്ട് വികസന പ്രവർത്തനം നടത്തണം. അന്ന് ഞങ്ങൾ ഒപ്പോസ് ചെയ്ത് എന്ത് പറഞ്ഞാണ്? ഒരിക്കലും അത് എക്സ്ട്രാ ബജറ്ററി ഇതായിട്ട് വരാൻ പറ്റില്ല. കാരണം അത് കടമെടുപ്പിൻ്റെ പരിധിയിൽ വരും. ആർട്ടിക്കിൾ 293 ഈസ് വെരി ക്ലിയർ. ഒരു കാരണവശാലും പുറത്തു നിന്ന് കടമെടുക്കാൻ സമ്മതിക്കില്ല. FRBM, എൻ്റെ പ്രസംഗമുണ്ട്, ഞാനാണ് ലീഗൽ ഒബ്ജക്ഷൻ പറഞ്ഞത്. FRBM ആക്ടിൻ്റെ പരിധിയിൽ വരും. എത്ര രൂപ സർക്കാർ കടമെടുത്താലും കാര്യം എന്താ? സർക്കാർ കടമെടുക്കുമ്പോൾ ഗ്യാരണ്ടി എന്താ? സോവറിൻ ഗ്യാരണ്ടിയാണ്. സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടിയാണ്. സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടി വെച്ച് പണമെടുത്താൽ ആർക്കാ ലയബിലിറ്റി പേ ചെയ്യാൻ? അപ്പം ഇതൊരു ഇൻകം ജനറേറ്റിംഗ് മോഡൽ അല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ കടം അൾട്ടിമേറ്റായി ഗവൺമെൻറ്റിൻ്റെ നിലയിൽ വരും. ഇനി കടമെടുപ്പിൻ്റെ പരിധിയിൽ അവർ അതിൻ്റെ പുറത്തേക്ക് ആക്കി കേന്ദ്ര ഗവൺമെൻറ് തന്നു എന്ന് വിചാരിക്കുക. അപ്പോഴും നിങ്ങൾ ഈ പൈസ തിരിച്ചടയ്ക്കണ്ടേ? ഈ പണം തിരിച്ചടയ്ക്കണ്ടേ? കാരണം എന്താ? നിങ്ങൾ കടമെടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സ്റ്റേറ്റ് കൊടുക്കുന്ന സോവറിൻ ഗ്യാരണ്ടിയാണ്. സ്റ്റേറ്റിന് ആ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? കേന്ദ്രം ഇനി സമ്മതിച്ചൊന്നും വിചാരിക്കുക ഇത് 3% പെടില്ല, 3%ൻ്റെ പുറത്ത് നിങ്ങൾ കടമെടുത്തോ എന്ന് സമ്മതിച്ചൊന്നും കരുത്. നിങ്ങളുടെ ഈ എക്കണോമിക് മോഡൽ കൊണ്ട് കേന്ദ്രം സമ്മതിച്ചാലും പണം എല്ലാ വർഷവും തിരിച്ചടയ്ക്കണ്ടേ? അടുത്ത 5 വർഷത്തേക്ക് തിരിച്ചടയ്ക്കേണ്ട പണത്തിൻ്റെ തുക ഞാൻ ഇവിടെ വായിക്കണോ? അത് സ്റ്റേറ്റിൻ്റെ ബജറ്റിൻ്റെ മുകളിലാണ്. ഇതാണ് തുടക്കത്തിൽ ഇവിടെ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞ ലീഗൽ ഒബ്ജക്ഷൻ. അത് യാഥാർത്ഥ്യമായി. അതിപ്പോൾ യാഥാർത്ഥ്യമായി. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ബജറ്റിൻ്റെ മീതെ ഒരു പ്രഷറായി കിഫ്ബി നിൽക്കുകയാണ്. നിങ്ങൾക്ക് യു ഹാവ് ടു റീപേ ദ മണി. നിങ്ങൾക്ക് വേറെ യാതൊരു ഓപ്ഷനും ഇല്ല. നിങ്ങൾ സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്തെടുത്ത പണം നിങ്ങൾ തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് യാതൊരു ഓപ്ഷനും ഇല്ല. കിഫ്ബി ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് പണം തിരിച്ചു തരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പണം കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ എന്താ വ്യത്യാസം? ഈ പണം നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ കിടന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്ലാനിൽ അത് അലോക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വിവിധ വകുപ്പുകളിൽ PWD ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് കൊടുത്ത് ഈ പറയുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് നടത്താമായിരുന്നു. നിങ്ങൾ എക്സ്ട്രാ എന്താ ചെയ്തത്? എക്സ്ട്രാ കടമെടുത്തു. അതൊന്നും കടമെടുക്കാം. ഇപ്പോഴും കടമെടുപ്പിൻ്റെ പരിധിയിൽ വന്നു. അതുകൊണ്ട് ഇതൊരു ഭയങ്കര സംഭവമാണ് എന്ന് വരുത്തി തീർക്കല്ലേ. നിങ്ങൾക്ക് നാഷണൽ ഹൈവേ പണിയാൻ 6000 കോടി രൂപ കൊടുത്തത് നിങ്ങൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നല്ലേ കൊടുത്തത്? കിഫ്ബിയുടെ പൈസയാണെങ്കിലും നിങ്ങൾ കിഫ്ബി ഇല്ലായിരുന്നെങ്കിലും നിങ്ങൾക്ക് 6000 കോടി രൂപ കൊടുക്കാൻ പറ്റില്ലായിരുന്നു? കൊടുക്കാം.
എവിടെന്നാ കൊടുത്തത്? ഇതിന്നാ കൊടുത്തത്. നിങ്ങൾക്ക് അറിയില്ല, അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത്. നിങ്ങൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള അല്ല, ഈ കിഫ്ബി ഇല്ലായിരുന്നുവെങ്കിലും ഇവിടെ നിൽക്കുക 20,000 കോടി രൂപയാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കിഫ്ബിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ 20,000 കോടി രൂപ. നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്ന പദ്ധതികൾ 18,000 കോടിയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ല, അത് വരുമ്പോൾ അതിന് പൈസ അടച്ചുകൊണ്ടിരിക്കണം. എല്ലാ വർഷവും സംസ്ഥാനത്തിൻ്റെ, അറിയാതെ പറയാ, സംസ്ഥാനത്തിൻ്റെ ബജറ്റിൽ നിന്ന് ഈ പൈസ അടച്ചുകൊണ്ടിരിക്കണം. പറഞ്ഞല്ലോ, മോട്ടോർ വെഹിക്കിൾ ടാക്സ് ഇതും കൂടി 20,000 കോടി വരും. ഞങ്ങൾ എന്താണ് ഇതിൻ്റെ അകത്ത് ഞങ്ങൾ എതിർത്തൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. പ്ലാനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് BJP പറഞ്ഞു. ഞാൻ രാഷ്ട്രീയം പറയില്ല, ഞാൻ ഡൽഹി ഇലക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയമല്ലത്, ഇല്ലേ? അത് വേറെ സമയത്ത് മറുപടി പറയാം. അതായത് ഡൽഹിയിലെ രീതി എന്താ? പ്ലാനിംഗ് കമ്മീഷൻ പ്ലാൻ മാറ്റിയിട്ട് പ്രോജക്റ്റിൻ്റെ പുറകെ പോവാണ്. പ്ലാൻ മാറ്റി പ്രോജക്റ്റിൻ്റെ പുറകെ പോകുന്നത് റൈറ്റ് എക്സ്ട്രീമിസമാണ്, തീവ്ര വലതുപക്ഷവാദമാണ്. അത് CPM അടക്കമുള്ള എല്ലാ പാർട്ടികളും അതിനെ എതിർത്തിട്ടുണ്ട്. പ്ലാനിൻ്റെ പ്രശ്നം എന്താ? പ്ലാനിനൊരു പ്രയോറിറ്റി ഉണ്ട്. പ്ലാൻ വരുമ്പോൾ 1000 കോടി രൂപ ഉണ്ടെങ്കിൽ 100 കോടി രൂപ പട്ടികജാതിക്കാർക്ക് പോവും, 20 കോടി രൂപ പട്ടികവർഗക്കാർക്ക് പോവും. ഭൂമിശാസ്ത്രപരമായ പ്രയോറിറ്റികൾ, രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ പ്രയോറിറ്റികൾ നിശ്ചയിച്ചിട്ടാണ് ആ പണം കൊടുക്കുന്നത്. പ്ലാൻ ഇല്ല, പ്രോജക്റ്റ് ആണെങ്കിൽ വേറെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്, ഞാൻ പറയുന്നില്ലത്. പ്രോജക്റ്റിൻ്റെ പുറകെ പോകുമ്പോൾ പ്രോജക്റ്റിനോടാണ് അട്രാക്ഷൻ. ഇത് പ്രോജക്റ്റുകളാണ്, പ്ലാനിൻ്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് റോജി എം ജോണിയുടെ ക്ലിയറായിട്ട് പറഞ്ഞത്, നിങ്ങൾ ഇത്ര കോടി ചെലവാക്കിയപ്പോൾ ഇത്രയും പൈസ നിങ്ങൾ പ്ലാനിലാണ് ചെലവാക്കിയേക്കണമെങ്കിൽ അതിൻ്റെ 12% നിങ്ങൾ പട്ടികവർഗക്കാർക്ക് കൊടുക്കണമായിരുന്നു. ഇപ്പം നിങ്ങൾ ചെലവാക്കിയേക്കണ പണത്തിൻ്റെ 3% താഴെയാണ് പട്ടികവർഗ പ്രോജക്റ്റിന് വേണ്ടി ചെലവാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്ലാനിനൊരു അന്തസത്തയുണ്ട്. പ്ലാനിൻ ഉപേക്ഷിച്ച് നിങ്ങൾ പ്രോജക്റ്റിന് പുറകെ പോകുമ്പോൾ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളോട് ഒച്ചയുണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നീതി പുലർത്താൻ പറ്റില്ല. ഇത് ഞങ്ങളിവിടെ റൈസ് ചെയ്ത പോയിന്റാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ്, ഇത് BJP നയമാണ്. പ്രോജക്റ്റിന്റെ പുറകെ പോകുന്നത് പ്രോജക്റ്റ് അല്ല, പ്ലാനിന്റെ ഭാഗമായിട്ട് പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ള പോയിന്റാണ് ഞങ്ങളുള്ളത്. പിന്നെ ഇത് ടാക്സ് കൊടുത്ത പണമാണ്, കട കൊടുത്ത പണമല്ല, ടാക്സ് കൊടുത്ത പണം. പെട്രോളിയം സെസ് കൊടുത്തത്, മോട്ടോർ വെഹിക്കിൾ ടാക്സ് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ മീതെ വീണ്ടും ടോൾ ഏർപ്പെടുത്തിയാൽ ഡബിൾ ടാക്സേഷൻ. നിങ്ങൾ NHA ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അല്ലേ NHAയുടെ പണിയുന്നത്. അവർ വേറെ പണം എടുത്തിട്ട് കടമെടുത്തിട്ടാണ് ഇത് നടത്തുന്നത്. എന്നിട്ട് അവർ ടോൾ വിരിക്കുകയാണ്. നമുക്ക് ടാക്സ് അല്ല സെസ് വേറെ. ഞാൻ പറഞ്ഞേക്ക് ഇത് ചെയ്യുവാണ്. നമ്മൾ ഡബിൾ ടാക്സേഷനാണ്. നമ്മൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും മേടിച്ചു ആളുകളോട്, റോഡിൽ പെട്രോൾ ഒഴിച്ച് വണ്ടി ഓടിക്കുന്നതിൻ്റെ ടാക്സും മേടിച്ചു, 2 ടാക്സ് മേടിച്ചു. എന്നിട്ട് അതിൻ്റെ മീതെ വീണ്ടും ടോളിൻ്റെ ടാക്സാണ്. ട്രിപ്പിൾ ടാക്സേഷനാണ്. റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോളിയം സെസ്സും മേടിച്ച് ഇനി ടോളും കൂടി നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു. ശരിയല്ല, ഇത് നീതിപൂർവമായ ഒരു നിലപാടല്ല. അതുപോലെ നിങ്ങൾ മസാല ബോണ്ട് വാങ്ങിക്കാൻ പോയി, ഞങ്ങളതിനെ എതിർത്തു. 9.72% പലിശയ്ക്കാണ് 2150 കോടി മേടിച്ചിട്ട് 3150 കോടി രൂപ തിരിച്ചടച്ചു. അത് ബജറ്റിൽ നിന്നാണ് തിരിച്ചടച്ചത്. ഈ അന്താരാഷ്ട്ര ഫിനാൻസ് മാർക്കറ്റിൽ 1%-നും 0%-നും ലോൺ കിട്ടും. എത്രയാണ് ജർമ്മൻ കമ്പനിയിൽ നിന്ന് നമ്മുടെ മെട്രോയ്ക്ക് മേടിച്ചത്? എത്ര? 1.5% അല്ലേ ഇൻട്രസ്റ്റ്. 1.5%-നാണ് UDF ഗവൺമെന്റിന്റെ കാലത്ത് ജർമ്മൻ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലോൺ വാങ്ങിച്ചത്. 1%-നും 1.5%-നും 0.5-നും 0%-നും അന്താരാഷ്ട്ര ഫിനാൻസ് മാർക്കറ്റിൽ ലോൺ കിട്ടുമ്പോൾ നിങ്ങൾ പോയി അവിടെ പോയി മണിയടിച്ച് 9.72%-ന് മസാല ബോണ്ട് വാങ്ങിച്ചു. എന്നിട്ടിത് 6%-ന് ഇവിടുത്തെ ബാങ്കിൽ കൊണ്ടിട്ട്, 6%-ന് ഇവിടുത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇവിടെ കൊണ്ടിട്ട് 6%-ന്. ശരിയാണോ? ഇതാണോ എക്കണോമിക് മോഡൽ? ഇതാണ് ഓൾട്ടർനേറ്റീവ് എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത്. സാർ ഇവിടെ C&AGയുടെ ഇതിനെ കുറിച്ച് പറഞ്ഞു, C&AGയുടെ കാര്യം പറഞ്ഞു.
C&AG സ്ക്രൂട്ടിനി ചെയ്യണ്ടേ? സാർ, സർക്കാരിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്ന പണത്തിൻ്റെ സ്ക്രൂട്ടിനി ഈ സഭ ചെയ്യണ്ടേ? ലെജിസ്ലേച്ചർ പ്രോസസ്സല്ലേ ഇത്? നമ്മുടെ സഭ ഡിമാൻഡ് പരിശോധിക്കും, ഇല്ലേ? ഡിമാൻഡ് ചർച്ച നടത്തും ഓരോ വകുപ്പിനെ കുറിച്ച്. അതിൻ്റെ മീതെയുള്ള അപ്രോപ്രിയേഷൻ നമ്മൾ പാസ്സാക്കും. അതായത് ധനം ചെലവാക്കാൻ ഉള്ള അനുമതി, പിന്നെ അത് ധനവിനിയോഗത്തിനുള്ള അനുമതി. ഈ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഓരോ രൂപ ചെലവാക്കുന്നതും തലനാരിഴകീറി പരിശോധിക്കുന്ന സ്ഥലമാണ് ലെജിസ്ലേച്ചർ. അതല്ലേ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബജറ്റിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി തുടർച്ചയുണ്ടാവുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സാണ് ഈ കിഫ്ബി എന്ന് പറയുന്നത്. സാർ, ആ ലെജിസ്ലേച്ചർ പ്രോസസ്സിനെ, ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാണ്, മാറ്റി നിർത്തുകയാണ്. ഒരു സ്ക്രൂട്ടിനി ഇല്ല. ഇനി അനദർ തിങ്, നമ്മളിവിടെ ചെലവാക്കുന്ന പണം സഭ പാസാക്കി സഭയുടെ അനുമതിയോടുകൂടി ഈ സംസ്ഥാനത്ത് ചെലവാക്കുന്ന പണം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്യും. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഭരണഘടനാ പ്രകാരം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്ന പണം എത്ര അനുമതിയോടുകൂടി ചെലവാക്കിയാലും അത് C&AG ഓഡിറ്റ് ചെയ്യണം. ഇവിടെ C&AG ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല കിഫ്ബി. അത് പറ്റില്ല എന്ന് പറയുന്നത്. C&AG പല പ്രാവശ്യം എഴുതി ഇത് ഓഡിറ്റ് ചെയ്യണം. എന്താ C&AG ഓഡിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? C&AG ഓഡിറ്റ് ഉണ്ട്. ഞങ്ങളൊരു ഓഡിറ്റിംഗ് ഉണ്ടാക്കിയിരുന്നത് ഇത് നാട്ടിൻപുറത്ത് ഉണ്ടാക്കുന്ന ക്ലബ്ബല്ല. അവിടെ ഓഡിറ്റിംഗ് രണ്ടുപേരെ ഓഡിറ്ററായിട്ട് വെച്ചിട്ട് നാട്ടിൻപുറത്തെ ക്ലബില്, അല്ല പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്, നാട്ടിൻപുറത്തെ ക്ലബില് 2 ഓഡിറ്റർമാരെ വെച്ചിട്ട് അവിടുത്തെ വരുമാനവും പരിസംഖ്യയും പരിശോധിക്കുന്ന പോലെയല്ല. ഇത് നാട്ടുകാരടയ്ക്കുന്ന നികുതി പണമാണ്. നാട്ടുകാരടയ്ക്കുന്ന നികുതി പണം ഭരണഘടനാപരമായ പരിശോധനകൾക്ക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം. നിങ്ങൾ അതിനെ ഒഴിവാക്കുന്നു മനഃപൂർവ്വം. കാരണം എന്താ? ആ സ്ഥാപനത്തെ ഓഡിറ്റ് ചെയ്താൽ അതൊരു വെള്ളാനയാണ് എന്ന് ബോധ്യപ്പെടും. കാരണം അവിടെ നടക്കുന്നത് മുഴുവൻ ബാക്ക്ഡോർ അപ്പോയിൻമെന്റ്. അവിടെ ആര് തീരുമാനിക്കുന്നു സാർ അവിടുത്തെ സാലറി? ഞാനിപ്പോൾ വ്യക്തികളെ പരാമർശിച്ച് അവിടുത്തെ സാലറി റേറ്റ് ഒന്നും പറയുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഭരണകക്ഷിയിലിരിക്കുന്ന MLA-മാർ കൂടി ഒന്ന് പരിശോധിക്കണം. നമ്മുടെയൊക്കെ പേരിലൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് എത്ര ലക്ഷം രൂപ ആണ് അവിടെ ഓരോരുത്തർ ശമ്പളം മേടിക്കുന്നത്. റിട്ടയർ ചെയ്ത് വന്ന് ഓരോ സ്ഥാനത്തിരിക്കുന്ന ഇവിടുത്തെ PWDയിലെ എക്സ്പീരിയൻസ്ഡായ ചീഫ് എഞ്ചിനീയർമാർ എല്ലാം പരിശോധിക്കുന്ന ഓഡിറ്റ് BSNL നിന്ന് റിട്ടയർ ചെയ്ത ആൾ അവിടെ പരിശോധിക്കണം. അവിടുത്തെ പരിശോധിക്കണം. എന്നിട്ട് എത്ര ലക്ഷം രൂപയാണ് ഈ കിഫ്ബിയിൽ ഇരുന്ന് ഓരോരുത്തർ ശമ്പളം പറ്റുന്നു എന്ന് നോക്കണം. സംസ്ഥാനത്ത് തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ മെച്ചപ്പെട്ട മെക്കാനിസവും നല്ല ഇംപ്ലിമെന്റിംഗ് ഏജൻസികളും മികച്ച എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ആളുകൾ ഒരു വശത്തുള്ളപ്പോൾ അവരെ മുഴുവൻ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഒരു ബദൽ മെക്കാനിസം ഉണ്ടാക്കി ഭരണഘടനാ വിരുദ്ധമായി അത് ചെയ്ത് അത് കുറ്റിച്ചോറാക്കിയ കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. സാർ, ഇത് വളരെ ഗൗരവത്തോടു കൂടി ഇത് കൈകാര്യം ചെയ്യണം. നിയമപരമായ കാര്യങ്ങളിലേക്ക് ഇത് തിരിച്ചു കൊണ്ടുവരണം. കിഫ്ബി ഇപ്പോൾ സംസ്ഥാനത്തിന് ഒരു ബാധ്യതയായിരിക്കുന്നു, സംസ്ഥാനത്തിൻ്റെ ബജറ്റിന് ബാധ്യതയായിരിക്കുന്നു. ഇതിന് ആവശ്യമില്ലാത്ത പണം പ്ലാനിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് വലിയ തുക 50% തുക പ്ലാനിൽ നിന്ന് കട്ട് ചെയ്യേണ്ട ഗതികേടിലേക്ക് വരുന്ന. ഒന്നും കട്ട് ചെയ്തില്ല എന്ന് പറയുന്ന സർക്കാർ ഉത്തരവുകൾ കയ്യിലുണ്ട്. ഞാൻ വായിച്ച ധനകാര്യമന്ത്രി പറഞ്ഞു, ഞാൻ അതിനൊന്നും സമയം ഉപയോഗിക്കുന്നില്ല. അനാവശ്യമായൊരു കാര്യങ്ങൾക്ക് ഈ വിഷയമല്ലാത്ത മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. വിഴിഞ്ഞം കാര്യം പറഞ്ഞു, ഡൽഹി തെരഞ്ഞെടുപ്പ് കാര്യം അതൊന്നും പറയില്ല. പക്ഷേ കിഫ്ബിയെ സംബന്ധിച്ച് ഗൗരവത്തോട് കൂടിയിട്ടുള്ളൊരു മൈൻഡ് ഗവൺമെൻറ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇത് സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ തന്നെ പരിതാപകരമായ ധനസ്ഥിതി, കൂടുതൽ കടത്തിൻ്റെ കാണാക്കയങ്ങളിലേക്ക് സംസ്ഥാനം വീണു പോകുന്ന സ്ഥിതി വരും എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് ഇവിടെ ഗൗരവതരമായി ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. സർ, ഈ സഭ ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അടിയന്തര പ്രമേയത്തിലൂടെ ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഉന്നയിക്കുന്ന ആശങ്കകളും മറ്റും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അത് പോസിറ്റീവായി എടുത്ത് പരിശോധിക്കണമെന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഇത് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത് ഇൻകം ജനറേഷൻ ആവണം എന്നുള്ള കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കിഫ്ബി നടത്തുന്ന പ്രവർത്തനങ്ങളെ മുഴുവൻ എതിർക്കുകയല്ല, കിഫ്ബി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള പോരായ്മകളും പ്രയാസങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവർ പറഞ്ഞ പ്ലാൻ ഉപേക്ഷിച്ച് പ്രോജക്റ്റിൻ്റെ കൂടെ പോയതിൻ്റെ അപകടകരമായിട്ട് സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ സംവിധാനം ഇപ്പോൾ ഒട്ടും
ആശാസ്യമായ നിലയിലുള്ളത്. ഒരു പദ്ധതി ഏറ്റെടുത്താൽ എന്ത് തീരുമെന്ന് പറയാൻ പറ്റില്ല. വർഷങ്ങളോളം എടുക്കേണ്ട സാഹചര്യമാണ്. ഇവിടെ എല്ലാ എം എൽ എമാരും അന്വേഷിച്ച് നോക്കൂ. ധനകാര്യമന്ത്രിയുടെ അന്വേഷണം നടത്തി നോക്കൂ. എവിടെ പദ്ധതി എടുത്തിട്ടുണ്ടോ ആ പദ്ധതി സമയബന്ധിതമായി തീർന്നില്ല, അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നവരാണ്. അതുപോലെ നിലവാരത്തിൻ്റെ പേര് പറഞ്ഞ് അമിതമായ തുക കൊടുക്കുകയാണ്. ഇപ്പോൾ PWD 10 കോടിക്ക് ചെയ്യേണ്ട ഒരു വർക്കിന് കിഫ്ബി വരുമ്പോൾ അത് 25 കോടിയായി മാറുകയാണ്. ഇവിടെ പറഞ്ഞ പോലെ ചീഫ് എഞ്ചിനീയർ പരിശോധിച്ച് അംഗീകാരം കൊടുത്തത് അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ പിന്നെ പുനഃപരിശോധന നടത്തുകയാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ തന്നെ മാറ്റണം, അത് പുനഃപരിശോധിക്കണം, ലളിതമാക്കണം. അല്ലാതെ ഈ സംഗതി കൊണ്ട് യാതൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചെങ്കിലും അതിനൊക്കെ നിഷേധിച്ചെങ്കിലും ഇപ്പോൾ പോയിട്ട് എവിടെ എത്തി? ഇപ്പോൾ ടോൾ വേണമെന്ന നിലയിൽ വന്നു. ടോൾ എന്ന് പറയാൻ പാടില്ല, യൂസേഴ്സ് ഫീ എന്ന് പറയാം. അങ്ങനെ അതിലേക്ക് വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അങ്ങ് കൂടി പരിശോധിക്കണം. അങ്ങിവിടെ എല്ലാം മണ്ഡലത്തിൽ സ്ഥിതി. എൻ്റെ മണ്ഡലത്തിൽ 2017 കൊടുത്തൊരു വർക്കാണ് കുണ്ടൂർ. അത് ഒരു ജലസേനത്തിനും അതുപോലെ കുടിവെള്ളത്തോടാണ്. 2017 ഈ വർക്ക് ഇതുവരെ DPR പോലും ആയിട്ടില്ല എന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ 100 കോടി വെച്ചിട്ടുള്ള 16 വെന്നൂർ ബൈപ്പാസ് അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അങ്ങനെ യാതൊരു സംഖ്യ നിർത്തില്ല. അതുപോലെ പരപ്പരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസുണ്ട്, അങ്ങ് നോക്കണം. അത് പൊളിക്കാൻ അനുമതി കൊടുത്തു. 2 വർഷമായി പൊളിച്ചു കിടക്കുകയാണ്. ഇപ്പോൾ അത് പണി നടക്കുന്നില്ല. അത് കാരണം ഈ മണ്ഡലത്തിലെ നമ്മുടെ ഓരോ മെമ്പർമാരുടെ മണ്ഡലത്തിൽ ഇതുപോലെ ധാരാളം കഥകൾ പറയാനുണ്ട്, പ്രയാസങ്ങൾ പറയാനുണ്ട്. അപ്പോൾ മിനിസ്റ്റർ ഇത് ന്യായീകരിക്കുമ്പോൾ എന്താണ് പോരായ്മ ഉണ്ടായിട്ടുള്ളത്, എന്തുകൊണ്ടാണ് നടക്കാത്തതിനെ സംബന്ധിച്ചുള്ള ഒരു തുറന്ന സമീപനം സ്വീകരിക്കുന്നില്ല. അതിനുപോലും മിനിസ്റ്റർ താല്പര്യമെടുക്കുന്നതിൽ മാത്രമല്ല, ഈ അടിയന്തര പ്രമേയം തന്നെ അനാവശ്യമാണ് എന്നങ്ങ് പറയുന്നത് നിർഭാഗ്യകരമാണ്. അതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടി വാക്കൗട്ടെടുത്തു. സർ, കിഫ്ബി വഴി വലിയ പദ്ധതികൾ നടപ്പാക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വന്നപ്പോൾ അന്ന് തന്നെ കേരളത്തിലെ പ്രതിപക്ഷം ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. പക്ഷേ ഗവൺമെൻറ് പറഞ്ഞു കിഫ്ബി വഴി വലിയ പ്രോജക്റ്റുകളെല്ലാം നടക്കുന്നത് നാടിന് ഉപകാരപ്രദമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. സാർ, അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് പദ്ധതികളിൽ ഭൂരിപക്ഷവും നടക്കാതെ വരികയും ചെയ്തു. ഇപ്പോൾ നടന്ന സ്ഥലങ്ങളിൽ ടോൾ ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങളോടുള്ള ഏറ്റവും വലിയ ഉപദ്രവമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ശക്തമായിട്ട് ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് ഗവൺമെൻറ് പൂർണ്ണമായിട്ടും പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഇവിടെ സത്യത്തിൽ കേരളത്തിൽ ഇതിനു മുൻപ് VS ഗവൺമെൻറ്റിൻ്റെ സമയത്ത് 2010 വിഷൻ 2010 മാന്ദ്യവിരുദ്ധ പാക്കേജ്, അതും ഡോക്ടർ തോമസ് ഐസക് തന്നെയാണ് പ്രഖ്യാപിച്ചത്. അന്ന് നമ്മൾ ഈ കിഫ്ബി വഴിയുള്ള കാര്യങ്ങൾ അന്ന് ഒഴിവാക്കി. മാന്ദ്യവിരുദ്ധ പാക്കേജ് ചെയ്തത് മുഴുവൻ കേരള PWD ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു, പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പ് ചെയ്തു, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സിസ്റ്റം തന്നെ ചെയ്തു. അതിൻ്റെ ഉപകാരം 100 കണക്കിന് പാലങ്ങളും റോഡുകളൊക്കെ പൂർത്തിയായി. അന്ന് ഞാൻ ആ PWD അന്ന വകുപ്പിൽ ഗവൺമെൻറ്റിൽ 2 വർഷം മന്ത്രിസ്ഥാനത്തുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ സാർ, കേരളത്തിൽ ആ പദ്ധതികൾ 100 കണക്കിന് പാലങ്ങളും 100 കണക്കിന് റോഡുകളും പൂർത്തിയാക്കിയിട്ട് 1 രൂപ നമുക്ക് ടോൾ വേണ്ടി വന്നില്ല. അതിനെ സമയബന്ധിതമായി ഇവിടെ അടച്ചു തീർന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിലേക്കാണ്. സാർ, ഇപ്പം ഞങ്ങൾ എല്ലാ മണ്ഡലത്തിലും കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ കടുത്തുരുത്തി, തൊട്ടിപ്പുറത്ത് പാല, അവിടെയൊക്കെ ഒരു 4-5 വർഷം കോടികളുടെ പ്രഖ്യാപനം ഞങ്ങൾ കേട്ടതല്ലാതെ 1 രൂപ കിഫ്ബിന്ന് കിട്ടിയിട്ടില്ല. കിട്ടാതെ ഇപ്പം അനുഗ്രഹമായിട്ട് കൂട്ടുകയാണ്. കിട്ടിയിരുന്നെങ്കിൽ ടോളുമായിട്ട് നാട്ടിൽ നമ്മൾ സമരത്തിന് പോകേണ്ടി വന്നാണ്. നാട്ടിൽ സമരം ചെയ്യേണ്ട സാഹചര്യം കിഫ്ബി തരാതിരുന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാക്കൗട്ട് ചെയ്യാണ്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി 200 കോടിയുടെ IT പാർക്ക് 100 എണ്ണം വെച്ച് നൽകാം, അത് ഓരോ മണ്ഡലത്തിലേക്കും വരുമെന്ന് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. സാർ, അത്രയ്ക്കൊന്നും അങ്ങ് പോകണ്ട. ഞാൻ ഒരു റവന്യൂ മന്ത്രിക്ക് അറിയാം, റവന്യൂ ടവറിന് 3 വർഷമായിട്ട് നടക്കുകയാണ്. കിഫ്ബി ഇരിപ്പുണ്ട് ആ ഫയല്, മന്ത്രിക്ക് അറിയാം. അങ്ങ് തന്നെ എന്നോട് പറഞ്ഞു 8-10 റവന്യൂ ടവറുകൾ കിഫ്ബി ഇങ്ങനെ അട്ടിയടിക്കി വെച്ചിരിക്കുകയാണ്. സാറേ, ഇത് യഥാർത്ഥത്തിൽ ഓരോ മണ്ഡലങ്ങളുടെ അവസ്ഥയാണ്. അങ്ങ് ഇവിടെ കിഫ്ബി വെച്ച് ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടൊരു അനുഭവം ഞാൻ പറഞ്ഞു. ഓരോ MLA-മാർക്ക് അവരവരുടേത് ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കൃത്യമായ നിലയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അതാണ് ഇവിടെ പ്രതിപക്ഷ സൂചിപ്പിച്ചത്, ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ തുക ലഭ്യമായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പേ ഇത്തരത്തിലുള്ള അനവധി പദ്ധതികൾ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ പൂർത്തിയായി വരുമായിരുന്നു. പക്ഷേ അതിനും നേരെ ഘടകവിരുദ്ധമായ നിലയിലുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. 50,000 കോടിയുടെ പദ്ധതി 5 വർഷം, ഇത് 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ 20,000 കോടിയുടെ പദ്ധതിയിലേക്ക്
മാത്രം Yes, yes, എത്തിച്ചേരാൻ please, കഴിയുന്ന ഒരു conclude. സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. അതുതന്നെ ഈ കിഫ്ബി പരിപൂർണമായും പരാജയമാണ് എന്നതിലേക്ക് എത്തുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യുന്നു. സർ, സർക്കാർ വകുപ്പുകൾക്ക് സമാന്തരമായൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് പൊതുഖജനാവിനെ കടക്കണിയിലേക്ക് നയിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. സർ, വിപുലമായ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും അധികാരങ്ങളും ഒക്കെയുള്ള ധനകാര്യ വകുപ്പിന്, കിഫ്ബി, KRFBക്ക്, അതുപോലെ തന്നെ ഹൗസിംഗ് ബോർഡ്, പൊതുമരാമത്ത്, ഇതൊക്കെയുള്ള ഈ വകുപ്പുകളിലെ നിർമ്മാണ വിഭാഗങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത എന്ത് അത്ഭുതമാണ് കിഫ്ബിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. സർ, എൻ്റെ മണ്ഡലത്തിലും ഒരു റവന്യൂ ടവറിന് തറക്കല്ലിട്ട് 2.5 വർഷം കഴിഞ്ഞു. അവിടുത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതുവരെ തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടില്ല. സാർ, ഇങ്ങനെ നിലവിലുള്ള വകുപ്പുകളും സംവിധാനങ്ങളും ഒക്കെ നോക്കി നടത്താൻ പരാജയപ്പെട്ട ഒരു സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണം കൂടിയാണ് സാർ ഈ കിഫ്ബി. ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യാൻ പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തും.